ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചെടുത്തത് ബി.ടി. കോട്ടനെ കുറിച്ചാണ്. ഓർമ്മയുണ്ടല്ലോ, ബി.ടിയുടെ എക്സ്പാൻഷൻ എന്തായിരുന്നു? ബാസില്ലസ് തുറിഞ്ചിൻസിസ്. ഈ ബി.ടി. കോട്ടനും സാധാ കോട്ടനും വ്യത്യാസം എന്താണ്? ബി.ടി. കോട്ടൻ ഒരു ബയോ പെസ്റ്റിസൈഡ് ആണ്. എന്താണ് ബയോ പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ? ജീവനുള്ള കീടനാശിനി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയെ ഒരു കീടം തിന്നു കഴിഞ്ഞാൽ ആ ചെടിയെ തിന്നതിന്റെ പേരിൽ കീടം ചത്തുപോകും. അപ്പൊ ചെടി ഒരു കീടനാശിനിയാണ്, അല്ലെ? ജീവനുള്ള കീടനാശിനി. സോ ബയോ പെസ്റ്റിസൈഡ്. അപ്പൊ നമ്മളൊരു കാർഷിക മേഖലയിൽ ബയോ പെസ്റ്റിസൈഡ് ആയിട്ടുള്ള ചെടികളെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കീടങ്ങൾ ഈ ചെടികളെ തിന്നുക വഴി അവ നശിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് വേണ്ട? കീടനാശിനികൾ തളിക്കേണ്ടതില്ല. അതുകൊണ്ടുള്ള നേട്ടം, കീടനാശിനി ഉണ്ടാക്കേണ്ടതില്ല, അത് തളിക്കുന്ന ചെലവില്ല. അത് തളിക്കുമ്പോൾ കീടങ്ങൾ ചാവുകയും ഒപ്പം ഗുണപരമായിട്ടുള്ള കീടങ്ങൾ, മിത്ര കീടങ്ങൾ എന്ന് വിളിക്കുന്ന കീടങ്ങൾ ചാവുന്ന പ്രക്രിയ ഉണ്ടാകും. അത് തടസ്സപ്പെടും. അന്തരീക്ഷം മലിനീകരണം ഉണ്ടാകുന്നില്ല, വായു മലിനീകരണം ഉണ്ടാകുന്നില്ല, ജലമലിനീകരണം ഉണ്ടാകുന്നില്ല, അല്ലെ? ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ കർഷകർക്ക് സാമ്പത്തിക ലാഭം, ഇതൊക്കെയാണ് കിട്ടുക. അപ്പൊ അതിന്റെ ഒരെണ്ണത്തെ കുറിച്ച് പഠിക്കണമെന്ന് ബി.ടി. കോട്ടൺ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതായത് കോട്ടൺ ചെടികളുടെ പൂ വിരിഞ്ഞ് കായായി മാറുന്ന സമയത്ത് അതിനൊരു കീടം വന്ന് തുറന്ന് തിന്നുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിരുന്നു, അല്ലെ? അത് ആ കീടത്തെ വിളിക്കുന്നതാണ് ബോൾ വേം. ബോൾ വേം എന്ന് വിളിക്കുന്ന, ഇത് വേം അല്ല, ഒരു പുഴു തന്നെയാണ്. പേരെങ്ങനെ ബോൾ വേം എന്നാണ്. അപ്പോ ഇത് വന്ന് ഇതിനകത്ത് തുരന്ന് തിന്ന് അതിനെ നശിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും കാത്ത് നശിച്ചു പോകുന്ന കാരണം അത് വിടരുന്നില്ല, പൊട്ടുന്നില്ല, അതിനകത്തൊന്നും ഉണ്ടാകുന്നില്ല, പഞ്ഞിയൊന്നും ഉണ്ടാകുന്നില്ല, അത് നശിച്ചു പോകുന്നു. അല്ലെ? കണ്ണിമാങ്ങ പുഴു എന്ന് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നത് പോലെ ഇതങ്ങ് ചീത്തയായി പോകുമ്പോൾ പഞ്ഞി കിട്ടത്തില്ല. സാധാരണ അപ്പൊ ഇങ്ങനെ പുസ്തകത്തിൽ 2 പഠനങ്ങൾ ഇതിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേ പറവിട്ട് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് 2 ചെടികളാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. 2 ചെടികൾ എടുത്തിട്ട് ഒരാൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു പടം കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു കൈയോടെ പിടിച്ചിരിക്കുന്ന ഒരു പടമാണ് ഇങ്ങനെ പിടിച്ചിരിക്കുക. ഓക്കെ, അത് 2 ചെടികളാണ്. ഒന്ന് ഒരു സാധാരണ ചെടി, അത് ഭംഗിയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ പടം ഞാൻ അനുസരിച്ചിട്ട് കാണിക്കുന്നത്. മറ്റൊന്ന്, അപ്പൊ ഇത് ബി.ടി. കോട്ടനാണ്, ഇത് സാധാ കോട്ടനാണ്. എന്താ സംഭവിച്ചത്? ഇതിനകത്ത് ഈ ബോൾവം ആക്രമിക്കുന്നില്ല, ഇതിനകത്താണെങ്കിൽ ഇത് ആക്രമിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് സാധാ ചെടി, ബി.ടി. കോട്ടൺ അല്ല. ഇത് ബി.ടി. കോട്ടനാണ്, അതായത് ബോൾവോമാണ്. ബോൾവോം ആക്രമിക്കാത്ത ചെടിയാണ്. അതാണ് ഇതിനകത്ത് പ്രത്യേകത. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഈ ചെടി ഈ ബോൾവോം ആക്രമിച്ചു തുടങ്ങിയപ്പോൾ കർഷകന് നഷ്ടം ഉണ്ടാകുന്നു. അപ്പൊ എങ്ങനെ ഈ ചെടിയെ ഒരു ജൈവ കീടനാശിനിയാക്കാം എന്നതിനെ കുറിച്ച് സയന്റിസ്റ്റുകൾ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം എന്താണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഈ കോട്ടൺ ചെടിയെ കീടങ്ങൾ ആക്രമിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കർഷകർ കൃഷി നഷ്ടമായതുകൊണ്ട് അവര് കൃഷി അവസാനിപ്പിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് കൃഷി തുടരണമെങ്കിൽ അവർക്ക് ലാഭം ഉണ്ടാകുന്ന രീതിയിൽ കൃഷിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് ശാസ്ത്രലോകം മുന്നോട്ട് വരുമ്പോൾ അവർ നോക്കണം എങ്ങനെ ഈ കോട്ടൺ ചെടിയെ ഈ മരുന്ന് തളിയിൽ നിന്ന് രക്ഷിക്കാം, ഇങ്ങനെ മരുന്ന് തളിക്കുന്ന ഭീമമായ ചിലവ് എങ്ങനെ ലാഭിക്കാം. അങ്ങനെ ആ ശാസ്ത്ര ലോകത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലായി. ഒരു തരം ബാക്ടീരിയ മണ്ണിലുള്ളതായിട്ട് കണ്ടു. there is a bacteria in the soil that is called BT bacteria. അതിന്റെ പേരാണ് ബാസില്ലസ് തുറിഞ്ചിൻസിസ്. ബാസില്ലസ് തുറിഞ്ചിൻസിസ്. ഈ ബാക്ടീരിയയിൽ പ്രത്യേകത, ഈ ബാക്ടീരിയ വരയ്ക്കുക ഏതാ ബാക്ടീരിയ എന്ന് വെച്ചു. ദിസ് ബാക്ടീരിയ ഹാസ് എ ജീൻ. ഇതിനകത്തൊരു ജീനുണ്ട്. ആ ജീന്റെ പേര് ക്രൈജീൻ എന്നാണ്. ക്രൈജീൻ. ഈ ജീൻ ഒരു പ്രോട്ടീനെ ഉണ്ടാകും. ആ പ്രോട്ടീന്റെ പേര് ക്രൈ പ്രോട്ടീൻ എന്നാണ്. ഈ ക്രൈ എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ എന്നാണ്. ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ, ക്രിസ്റ്റൽ പ്രോട്ടീൻ, അതാണ് ക്രൈ പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു പ്രോടോക്സിൻ ആണ്. പ്രോടോക്സിൻ എന്ന് വെച്ചാൽ ഇപ്പൊ ടോക്സിക് അല്ല, പിന്നീട് ടോക്സിൻ ആവും. ഇപ്പൊ വിഷമല്ല, പക്ഷെ ഭാവി തന്നെ വിഷമാക്കാം. അപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞെന്താണ്, ദിസ് ബാക്ടീരിയ ബി.ടി. ബാക്ടീരിയ ഹാസ് എ സ്പെഷ്യൽ ജീൻ കാൾഡ് ക്രൈജീൻ. ജീന്റെ പേരാണ് ക്രൈജീൻ. ഇറ്റ് പ്രൊഡ്യൂസസ് എ പ്രോട്ടീൻ. ജീനുകൾ പ്രോട്ടീൻ ഉണ്ടാകുന്നത് അറിയാം. ജീനുകൾ DNA ആണ്. DNA mRNA ഉണ്ടാകും, mRNA പ്രോട്ടീനായി മാറും. ആ പ്രോട്ടീന് പേര് ക്രൈ പ്രോട്ടീൻ എന്നാണ്, അഥവാ ക്രിസ്റ്റൽ പ്രോട്ടീൻ എന്നാണ്.
ഈ പ്രോട്ടീൻ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു വിഷമേ അല്ല, ഇത് പ്രോട്ടോക്സിൻ. ഇത് ആരുടെ ശരീരത്തിരിക്കുകയാണ്? ഈ ബാക്ടീരിയ തന്നെ ഇരിക്കും. ഓക്കെ, ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ഈ ബാക്ടീരിയകൾക്ക് ചില കീടങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്തൊക്കെയാണ് കീടങ്ങൾ? ആ കീടങ്ങൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് സർട്ടൻ organisms like that can kill the certain insects such as lepidopterans. Lepidopterans എന്ന് പറയുന്ന കീടങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട്. So this protein can kill certain insects such as lepidopterans. Lepidopterans എന്ന് ഭാഗത്ത് ആരെയാണ് നമുക്ക്? ഒന്ന് tobacco budworm. Tobacco budworm ഇതിനെ കൊല്ലാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ army worm. ടുബാക്കോ ബഡ് വോമിനെയും ആർമി വോമിനെയും കൊല്ലാനുള്ള കഴിവ് ഈ വിഷത്തിനുണ്ട്. എല്ലാ ജന്തുക്കളെയും കൊല്ലില്ല. ഇത് ചില കീടങ്ങളെ മാത്രം സെലക്റ്റീവായിട്ട് കൊല്ലും. ഏതാണ്? ഈ ക്രൈപ്രോട്ടീൻ എന്ന് പറയുന്ന വിഷം. ക്രൈപ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോട്ടോക്സിൻ ആണ്, അത് വിഷമായി മാറി. പ്രോട്ടോക്സിൻ എന്ന് പറഞ്ഞാൽ വിഷത്തിന് മുമ്പുള്ള അവസ്ഥ. ഇപ്പം അരിപ്പൊടി, തേങ്ങ ഇവയെല്ലാം വിളിക്കുക അല്ലെ? അതിനെ എനിക്ക് വിളിക്കാം പ്രോ പുട്ട് എന്ന് വിളിക്കാം. എന്തായാലും നാളെ ഇത് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഇതിനെ പുട്ടാക്കി എടുക്കാം. അരിപ്പൊടിയും തേങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രോ പുട്ട് എന്ന് വിളിക്കാം. പുട്ടിന് മുൻപുള്ള അവസ്ഥ. നിങ്ങൾ അതെല്ലാം തീർത്ത് പുട്ടുറ്റി നിറച്ചുമ്പോൾ പുട്ടായി മാറും. അതുപോലെ ഇത് പിന്നീട് എന്താകും? ഇത് ബിക്കം ടോക്സിൻ. ഇത് ഭയങ്കര വിഷമായി മാറും. പക്ഷെ ഇപ്പോൾ അത് വിഷമല്ല. അതുപോലെയാണ് പ്രോട്ടോക്സിൻ. അങ്ങനെയുള്ള ഈ പ്രോട്ടോക്സിൻ ടോക്സിൻ ആകുവാണെങ്കിൽ ആരെല്ലാം കൊല്ലും? ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് ലെപ്പിഡോപ്റ്ററൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? ലെപ്പിഡോപ്റ്ററൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻസെക്ട്സ്, പിന്നെ നിമറ്റോഡ് എന്ന് പറയുന്ന ഒരു ജീവിവർഗം, അതൊരു വർഗമാണിത് ലെപ്പിഡോപ്റ്ററൻസ്. അത് വരുന്നതാണ് ടുബാക്കോ ബഡ്വർമും ആർമി വർമും. ആൻഡ് ആൾസോ ക്യാൻ കിൽ certain other ones like കോളിയോപ്റ്ററൻസ്. കോളിയോപ്റ്ററൻസ് ഇതിനകത്ത് ആരെ കൊല്ലും നോക്കൂ? ഇറ്റ് ഇൻക്ലൂഡ് ബീറ്റിൽസ്, വണ്ടുകൾ ഉൾപ്പെടുന്നതാണ്. അടുത്ത ഡിപ്റ്ററൻസ്. ഇറ്റ് ഇൻക്ലൂഡ് മൊസ്കിറ്റോസ്, ആൻഡ് ഫ്ലൈസ്. കൊതുകളും അതുപോലെ ഈച്ചകളും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. സൂളജിയിൽ പഠിക്കും ഡിപ്റ്ററൻസ് എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ കൊല്ലാൻ ആര് കഴിയും? ഈ ബാക്ടീരിയ കഴിയും. മനസ്സിലായി? സോ എന്താണ് ഈ ബാക്ടീരിയ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇറ്റ്സ് ഫോർ ഇറ്റ്സ് ഡിഫൻസ്. ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. പാമ്പത്തിന് വിഷം ഉണ്ടാക്കി വെച്ചത് പോതറെ ഒരുമിച്ച് കഴിക്കാനൊന്നുമല്ല. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ രക്ഷപ്പെടാൻ അതിന് ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ പാമ്പ് അതിന്റെ ഇര പിടിക്കാനും ഉപയോഗിക്കാറുണ്ട്. ചില പാമ്പുകളൊക്കെ എലി അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഓടിച്ചിട്ട് വിഷം കുത്തിച്ചിട്ട് മാറിയിട്ടിരിക്കും. അപ്പോൾ ദൂരോട്ട് പോയി വീണ് ചാമ്പെടുത്തില്ല. അങ്ങനെ ചെയ്യാറ്. മോസ്റ്റ് പ്രോബ്ലി ദിസ് പോയിസൺ ഈസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് ഡിഫൻസ്. ഇവിടെ ഡിഫൻസിന് വേണ്ടിയിട്ട്. എങ്ങനെ ഡിഫൻസ്? അത് ഞാൻ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ പോയിലൂടെ പറയാണ്. BT cotton is a plant which is usually infected by a worm called bollworm. Okay, it decreases the yield. So scientists wanted to make a plant a biopesticide. So they could identify that there is a bacteria in the soil called Bacillus thuringiensis. This bacteria has a gene called crygene. It has an ability to produce a protein called cryprotein, and this is a protoxin. It is not going to affect the bacteria. ഈ പ്രോട്ടോക്സിൻ ഈ ബാക്ടീരിയ ഇരിക്കുന്നത് അത് അതിനെ അഫക്ട് ചെയ്യത്തില്ല. ഇത് ക്രിസ്റ്റലൈൻ ആയിട്ടായിരിക്കും. അത് ക്രിസ്റ്റലൈൻ എന്ന് പറയും. ഇത് ഇപ്പോ ഇതിന്റെ ശരീരത്തിൽ ചെറിയ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ 30-20 എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ക്രിസ്റ്റൽസ് ഉണ്ട് അല്ലെ? ചെറിയ ക്രിസ്റ്റൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. കിഡ്നിക്കകത്ത് കാണും, ലിവറിൽ കാണും. അത് വലിയ പ്രശ്നം ഉണ്ടാക്കാതെ ഇങ്ങനെ ശരീരത്തിരിക്കും. പക്ഷെ അത് വലുതാകുമ്പോഴത്തേക്കും കിഡ്നി സ്റ്റോണായി മാറും. അതുപോലെ ക്രിസ്റ്റലൈൻ ആയിട്ട് ഇത് ഈ ബോഡി തന്നെ ഇരിക്കും. മനസ്സിലായില്ല? ഇപ്പൊ അത് ക്രിസ്റ്റലൈൻ അത് മെൽറ്റ് ചെയ്യും. എപ്പോഴാണ് പറയാം? ആൽക്കലൈൻ pH മെൽറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ടോക്സിൻ. അപ്പോൾ ഈ പ്രോട്ടോക്സിൻ മെൽറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിസോൾവ് ഇൻ ആൽക്കലൈൻ pH. ആൽക്കലൈൻ pH ഇത് മെൽറ്റ് ചെയ്യും. അപ്പോൾ ഇത് എന്തായി മാറും? ടോക്സിനായി മാറും. Got the idea? This bacteria produces a gene called crygene, which produces a protein called cryprotein. It is a crystalline protein. It is non-toxic and it's a protoxin. This is non-toxic to the bacteria. ബാക്ടീരിയക്ക് അത് വിഷമല്ല. ഇപ്പൊ പാമ്പിന്റെ വിഷം പാമ്പിനെ കൊല്ലാറില്ലല്ലോ. അതേപോലെ ഇത് അതിനെ നശിപ്പിക്കത്തില്ല, അത് ദോഷം ചെയ്യത്തില്ല. ആൻഡ് വെൻ ഇറ്റ് ഈസ് ഡിസോൾവിംഗ് ഇൻ ആൽക്കലൈൻ pH ഇറ്റ് ബിക്കം എ ടോക്സിൻ. ഇതാണ് എന്റെ കണ്ടീഷൻ. ഈ ടോക്സിൻ ഉപയോഗിച്ചാൽ ആരെയൊക്കെ കൊല്ലും? ലെപ്റ്റോപ്റ്ററൻസ്, പോളിയോപ്റ്ററൻസ്, ഡിപ്റ്ററൻസ് എന്നെല്ലാം ഉപയോഗിച്ചു. മനസ്സിലായി? ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇറ്റ് ഈസ് യൂസിങ് ആസ് ഫോർ ഇറ്റ്സ് ഡിഫൻസ്. അത് ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത്? അതായത് ഈ ബാക്ടീരിയ ഒക്കെ മണ്ണിലൊക്കെ ഉള്ളതാണ്.
ഏതെങ്കിലും കാരണവശാൽ ഒരു കീടം അതിന്റെ ഭക്ഷണത്തോടൊപ്പം തന്നെ ഈ ബാക്ടീരിയയും കൂടെ കഴിക്കാൻ ഇടയാകാൻ അതിന്റെ കുടലെത്തിയെന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ബാക്ടീരിയ സപ്പോസ് ഉടൻ തന്നെ ഈ ബാക്ടീരിയയുടെ ശരീരത്തിൽ നിന്നും ഈ കുടലിലുള്ള ഹൈ പി എച്ച് അല്ലെങ്കിൽ ആൽക്കലൈൻ പി എച്ച്, കുടലിൽ ആൽക്കലൈൻ പി എച്ച് നമ്മുടെ കുടലുണ്ട്, ആൽക്കലൈൻ പി എച്ച് അത് ഇതിന്റെ കുടലിലുണ്ട്, ആൽക്കലൈൻ പി എച്ച് ഉണ്ട്. ഈ കീടത്തിന്റെ വയറ്റിൽ ചെന്ന് ആൽക്കലൈൻ പി എച്ച് വെച്ച് ഇതെന്ത് ചെയ്യുന്നു, അഴുകുന്നു, അതായത് അലിയുന്നു. എന്താണ് ഈ പ്രോടോക്സിൻ ടോക്സിനായി മാറും. ടോക്സിനായി മാറും. ഉടൻ തന്നെ ഈ ടോക്സിന്റെ സാന്നിധ്യത്തിൽ ഇതിന്റെ കുടലിലുള്ള സെല്ലുകൾക്ക് ഇങ്ങനെ സ്വെല്ലിങ്സ് ഉണ്ടാവും. കുടലകത്ത് വലിയ വലിയ മുഴകൾ ഉണ്ടാവുന്നു. ആൻഡ് റിസൾട്ടിന്റെ ലൈസിസ്, കുടലിലെ സെല്ലുകളെല്ലാം തന്നെ ലൈസിസ് നശിച്ചു പോകുന്നു. വിഷത്തിന്റെ സ്ഥലത്ത് ചില സെല്ലുകൾ വീർത്ത് പൊട്ടുന്നു, ചിലതുകൾ അലി നശിച്ചു പോകുന്നു. ആൻഡ് ഇറ്റ് റിസൾട്ടിങ് സ്ലോ ഡെത്ത് ആണ്. പതുക്കെ ചത്തു. കുടലകത്തൊരു ദ്വാരം ഉണ്ടായി, ചില സെല്ലുകൾ ലൈസിസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വെൽ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പിന്നെ ഷോക്ക് അടിച്ചൊന്നും ചാവത്തില്ല. പതുക്കെ അസുഖങ്ങൾ വന്ന് ഇതിന്റെ പതുക്കെ ദഹനരസങ്ങളെല്ലാം കൊണ്ട് ദഹന ഗ്രന്ഥികളെല്ലാം പ്രവർത്തിക്കാതെ ഈവൻച്വലി കിൽസ് ദ ഓർഗൻസ്, പതുക്കെ ചത്തു. അപ്പൊ ഇത് ആ കീടം ഒരു പക്ഷേ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഈ ബാക്ടീരിയ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കീടത്തിന്റെ ശരീരത്തിലുള്ള എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ ചത്തുപോകാൻ ബാക്ടീരിയ ചത്തുപോകാൻ. അപ്പം എൻസൈമിനെ ചെറുക്കുവാനും തന്നെ നശിപ്പിക്കാൻ സാധ്യതയുള്ള കീടത്തെ തന്നെ കൊല്ലുവാനും ആരെ കൊണ്ട് കഴിഞ്ഞു, ഈ ബാക്ടീരിയ കൊണ്ട് കഴിഞ്ഞു. ഇത് തന്നെയല്ലേ ശരിക്കും ഇപ്പം പണ്ടൊക്കെ ക്ഷയരോഗം വന്നാൽ മനുഷ്യൻ ചത്തുപോകും. ക്ഷയരോഗത്തിന് കാരണമായ ബാസിലസ് ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് എന്ന രോഗത്തിന് കാരണമായ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കടന്ന ശേഷം അത് പുറത്തേക്ക് വിടുന്ന ചില കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അലർജിയായിരുന്നു എന്ത്, ക്ഷയരോഗത്തിന് ലക്ഷണമാണ്. പതിയെ നമ്മൾ അതിന് വിധേയമായിട്ട് നമ്മളത് ചത്തുപോകും. അപ്പൊ ഈ ബാക്ടീരിയ സമയം ഓർത്തിട്ടുണ്ട്, ദിസ് ബാക്ടീരിയ മൾട്ടിപ്ലൈ. നമ്മുടെ ഡിഫൻസ് മെക്കാനിസവും ഈ ബാക്ടീരിയയുമായിട്ട് ഫൈറ്റ് ചെയ്തതിനു ശേഷം ആ ബാക്ടീരിയ വിജയിക്കുകയും നമ്മളെ പതിയെ വീക്കാക്കി നമ്മുടെ രോഗിയായി കിടത്തുമ്പോൾ ഈ ബാക്ടീരിയ നമ്മളിൽ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അല്ലേ. എന്നിട്ട് ചുമയിലൂടെയും ഒക്കെ പുറത്തേക്ക് അടുത്ത രോഗിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഈ ജന്തുവിന്റെ നിലനിൽപ്പാണ് അത് കാര്യമാക്കുന്നത്. അതുപോലെയാണ് ഇവിടെ ബാക്ടീരിയ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യ രോഗം ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെ കുടലിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ടോക്സിനായി മാറുകയും ഇതിന്റെ ലൈസിസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോസിംഗ് ദ ലൈസിസ് ഇൻ ദ ഗട്ട് സെൽസ് ആൻഡ് സ്വെല്ലിങ്സ്. ഗട്ട് സെല്ലിൽ സ്വെല്ലിങ്സ് ഉണ്ടാകുന്നത് ലൈസിസ് ഉണ്ട്. ലൈസിസ് എന്ന് വെച്ചാൽ അഴുകി പോകുക, സെല്ലുകൾ നശിച്ചു പോകുന്ന നശിച്ച് കുടലിനകത്ത് തകരാറുണ്ടാക്കി ഈ കിടലിനെ കൊല്ലുകയും ചെയ്യും. ഓക്കെ, എന്ത് സംഭവിക്കുന്നു ആസ് എ റിസൾട്ട്, ഇവൻച്വലി കിൽ ദ ഇൻസെക്ട്സ്. അപ്പോൾ ചത്തു കിടക്കുന്ന ജന്തുവിന്റെ ഉള്ളിലായിട്ടുള്ള ബാക്ടീരിയ അല്ലേ, ആ ചത്തുകിടക്കുന്ന ജന്തുവിന്റെ ഉള്ളിൽ കിടക്കുന്ന ബാക്ടീരിയ സംബന്ധിച്ചോളം അതിനൊരു വാസസ്ഥലമാണ്. റെസിസ്റ്റൻസ് ഇറ്റ് മൾട്ടിപ്ലൈസ്. ഉടൻ തന്നെ അതോടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ്പൊ വേറെ കിടത്തിന്റെ വയറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതുപോലെ അവിടെ ഡിഫൻസ് കാണിക്കും. സോ ദിസ് ബാക്ടീരിയ ക്യാൻ സർവൈവ്. ദിസ് ഇസ് എ മെത്തേഡ്. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഏകദേശം. So, I say again, there is a gene in the bacteria called Bacillus thuringiensis. The gene is called a trigene. It produces a protein called a triprotein. This is a protoxin. It is non-toxic in nature. When it is dissolved in alkaline pH, it becomes toxin. This protein is produced by the bacteria as a defense mechanism. This toxin can kill insects like lepidopterans such as tobacco bud amoeba, coleopterans such as beetles, and lepidopterans such as mosquitoes and flies. And how this gene is acting as a defense mechanism in bacteria? When this bacteria is ingested by an insect, when this bacteria reaches its gut, there is, due to high alkaline pH, the crystalline protein dissolves into toxin. The toxin causing the lysis and swellings in the gut cell, resulting in the eventual death, slow death of the organism. ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ സയന്റിസ്റ്റിന്റെ തലയിൽ ലഡു പൊട്ടി. എങ്കിൽ പിന്നെ ഈ ജീനിനെ എടുത്ത് നമുക്കങ്ങ് ടുബാക്കോയിലോട്ടങ്ങ് വെച്ചു കൊടുത്താൽ, ടുബാക്കോ പ്ലാന്റിലേക്ക് അങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ ആ ചെടി തന്നെ എന്തുണ്ടായിക്കോളും, ഈ പ്രോട്ടോക്സിൻ ഉണ്ടായിക്കോളും അല്ലെ. അപ്പോഴത്തേക്ക് ബഡ്ഡോ വന്ന് ആ ഇല അങ്ങോട്ട് തിന്നുമ്പോഴേക്കും അതിന്റെ കുടലിൽ വന്ന് ഈ കീടത്തെ കൊല്ലുന്നു. ഐഡിയ അല്ലേ? ആ ഐഡിയ ആണ് സയന്റിസ്റ്റിലൂടെ പ്രവേശിക്കുന്നത്, പ്രയോഗിക്കും. നോക്കാം എന്താണെന്ന്. സയൻസ് എന്ന് പറയുമ്പോൾ ഈ ബാസില്ലസ് thuringiensis പറഞ്ഞ ഈ ബാക്ടീരിയയുടെ ട്രൈജീൻ കുറിച്ചെടുത്തു അല്ലേ.
എന്നിട്ട് ഇത് എന്ത് ചെയ്തു? ഈ കോട്ടൺ ചെടിയിലേക്ക് കടത്തി. കോട്ടൺ ചെടിയിലേക്ക് കടത്തി. അത്ര പുസ്തകം പറഞ്ഞത്. ആരായിരിക്കും വെക്ടർ? പൂർവിത വെക്ടർ. ഇത് കടത്തിവിടാൻ കടത്തില്ല. ഈ ജീൻ ഇതുവരെ കടത്തിവിടാൻ, കാരണം ഇതിന്റെ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയ കടത്തിവിടാനേ വെക്ടർ ഉപയോഗിക്കും. അപ്പൊ ആരായിരിക്കും ഇവിടുത്തെ വെക്ടർ? അഗ്രോബാക്ടീരിയം ട്യൂബിഫേഷ്യൻസ്. പഠിച്ചില്ലേ? Agrobacterium tubefaciens എന്ന വെക്ടർ ഉപയോഗിച്ച് the gene of the Bt bacteria called trigene is inserted into the tobacco plant. അപ്പോൾ നിങ്ങൾ വിചാരിക്കും tobacco plant എവിടെയായിരിക്കും ഇൻസെർട്ട് ചെയ്യുന്നത്? ഇലയിലാണോ, സ്റ്റെമ്മിലാണോ, റൂട്ടിലാണോ? ഇവിടെ ഒന്നുമല്ല. ഇപ്പൊ എന്റെ ശരീരത്തിൽ ഒരു ജീൻ, ഞാൻ കഴിഞ്ഞ ദിവസം പറയാം, എന്റെ ശരീരത്തിൽ ജീൻ കയറ്റി വിടണമെങ്കിൽ എന്റെ ശരീരത്തിലെ എല്ലാ സെല്ലും കയറ്റിവിടണം. എന്റെ ശരീരത്തിൽ 16 കോടി സെല്ലുണ്ടെന്ന് വെച്ചോളൂ. 16 കോടി സെല്ലും വലിച്ചു പൊടിച്ച് അതിനകത്തൊരു കുത്തിവെക്കാൻ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരിക്കൽ ഞാൻ ഒരു സെല്ലായിരുന്നു അല്ലേ? ഏതാണ് ആ സെല്ല്? സൈഗോട്ട്. അന്ന് ആ സെല്ലിലേക്ക് കടത്തി വെച്ചാൽ പോരായിരുന്നു, മതിയായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ഞാൻ സൈഗോട്ടായിരിക്കുമ്പോൾ എന്റെ സൈഗോട്ടിലേക്ക് ഒരു ജീൻ കടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൾട്ടിപ്ലൈൻ കഴിവുള്ള രീതിയിലായിരുന്നു എങ്കിൽ എന്റെ ശരീരത്തിൽ എന്തായാലും വരില്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്താൽ മതി? യു ഹാവ് ഇൻസർട്ട് ഇൻടു ദി സൈഗോട്ട് ഓർ ഗാമീറ്റ്സ് ഓർ എംബ്രിയോ. എംബ്രിയോയിൽ കടത്തുവിട്ടാലും മതി. എംബ്രിയോയിൽ ഷൂട്ട് ഉണ്ടാകുന്ന ഭാഗത്തേക്ക് കടത്തി കൊടുത്താൽ ഷൂട്ടിലേക്ക് മാത്രമായിട്ട് വന്നു. അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോ യൂസിങ് അഗ്രോബാക്ടീരിയം ട്യൂബിഫേഷ്യൻസ് ട്രൈജീൻ ഈസ് ഇൻസർട്ടഡ് ഇൻടു ദ tobacco plants. ഓക്കെ, അത്രയും പഠിച്ചാൽ നിങ്ങൾ. പക്ഷെ നിങ്ങൾ തത്വത്തിൽ മനസ്സിലായിരിക്കണം, ടുബാക്കോ പ്ലാന്റിന്റെ സൈഗോട്ട് ആയിരിക്കുമ്പോഴോ എംബ്രിയോ ആകുമ്പോഴോ അല്ലെങ്കിൽ ഗാമേറ്റ് ആയിരിക്കുമ്പോഴോ ആയിരിക്കും കടത്തിയിട്ടുണ്ടാവുക. അങ്ങനെ കടത്തിവിട്ടാണ് നേട്ടം എന്താ? ചെടി വലുതാകുമ്പോൾ ചെടിയുടെ എല്ലാ സെല്ലിലും ട്രൈജീൻ കാണും. കാരണം ഇത് മൾട്ടിപ്ലൈസ് അല്ലേ? കാരണം ഈ അഗ്രോബാക്ടീരിയം ട്യൂബിഫേഷ്യൻ ഉപയോഗിച്ച് നമ്മൾ ഈ ചെടിയുടെ ജീനാത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ചെടിക്കകത്തുള്ള DNA റെപ്ലിക്കേഷന് ആവശ്യമുള്ള എൻസൈം ഉപയോഗിച്ചിട്ട് DNA പോളിമറേസ് എൻസൈം ഉപയോഗിച്ച് ഈ ജീൻ മൾട്ടിപ്ലൈ ആകുമ്പോൾ എല്ലാ സെല്ലും എത്തിക്കൊള്ളും. ചുരുക്കത്തിൽ ഈ ജീൻ ചെടിക്കകത്ത് എല്ലാ സെല്ലും എന്തുണ്ട്? BT ജീൻ ഉണ്ട്. സോ ദിസ് ഈസ് എ BT കോട്ടൺ. അതുകൊണ്ട് ഇതാരാണ്? BT കോട്ടൺ. ചെടിപ്പാരാണ് BT കോട്ടൺ. ബിക്കോസ് ഇറ്റ് ഹാസ് എ ഫോറിൻ ജീൻ ഫ്രം ബാക്ടീരിയ കാൾഡ് Bacillus thuringiensis. So this cotton is called BT cotton. ഇനി ബാക്കി കഥ ചിന്തിക്കും. കൊണ്ട് നട്ടു കർഷകർ, ഇതങ്ങോട്ട് വലുതായി. പെട്ടെന്ന് ആർമി വേമ്പുകൾ വരുന്നു. ഇവിടുന്ന് വരും ആർമി ബഡ് വേമ്പൊക്കെ. ഈ നമ്മൾ ബോൾവോ ഇവിടുന്ന് വരുന്നു. അതൊക്കെ ഈ ചെടികളുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നതാണ്. ചെടികൾ അത് ജീവിക്കുമ്പോൾ ഈ കീടങ്ങൾ അവിടെ കാണും അല്ലേ? എന്നിട്ട് ഇതിന്റെ ശലഭങ്ങൾ പറന്നുകൊണ്ട് വരും പോകും. ഈ ചെടികൾ വലുതാവുന്നേ ശലഭം പറന്നോടെ വരും. മണ്ണിലടിയിലൊക്കെ ഡോർമെന്റ്സിൽ ഇരിക്കുകയോ ഒക്കെ ഇരുന്നേക്ക് ഈ ശലഭങ്ങൾ അവിടെ പറന്നു വരും. എന്നിട്ട് അതിനകത്ത് മുട്ടയിടും. അല്ലെ? അങ്ങനെ വലുതായി വന്ന ഈ പുഴു, ഈ മുട്ടയിട്ട് കുരിഞ്ഞ പുഴുക്കൾ വന്നിട്ട് ഇതിന്റെ ഇല തിരിയാണ്. ഇത് സംഭവിക്കും. ഈ പുഴുവിന്റെ വയറ്റിലേക്ക് ഇലയുടെ കഷ്ണം ചെല്ലുമ്പോഴേക്കും ഇലക്കകത്തെല്ലാം തിരിപ്പോട്ട് പ്രോട്ടോക്സിൻ ഇരിപ്പോട്ട് അല്ലേ? ഇതാണ് ക്രൈ പ്രോട്ടീൻ. ഉടൻ തന്നെ ഈ ജീവിയുടെ കുടലിലുള്ള ആൽക്കലൈൻ pH-നകത്ത് ഇത് ടോക്സായി മാറുകയും ഈ കീടങ്ങളുടെ കുടലിനകത്ത് അങ്ങിങ്ങായ ദ്വാരങ്ങളിൽ ലൈസിസ് ഉണ്ടാകും. കീടങ്ങൾ പതുക്കെ ചത്തുപോവുകയും ചെയ്യും അല്ലേ? അപ്പൊ കീടനാശിനി കളിക്കേണ്ട കാര്യം നിങ്ങൾക്ക് സംശയം തോന്നുന്നതാണ്. ഇല തിന്ന് കീടങ്ങൾ ചത്തുപോയിട്ടെന്നാണ് കാര്യം. ഇല തിന്നില്ലേ? ശരിയാണ്. നിങ്ങളൊരു കാര്യം ഓർക്കണം. ഒരു കീടം വന്ന് അവിടെ വന്ന് ഒരു ശലഭം വന്ന് മുട്ടയിട്ട് പുഴു വിരിഞ്ഞ് വലുതായി, അത് ഇലകളെ തിന്ന് വലുതായി, അത് കൊക്കൂടെ വീണ്ടും ശലഭമായി വീണ്ടും മുട്ടയിടുക ചെയ്യുന്നല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യമേ ഉണ്ടായ പുഴുകൾ തന്നെ അത് ചത്തുപോവാണ്. പിന്നെ അതിന് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല. അതോടെ അല്പസ്വല്പം ആദ്യത്തെ 1-2 ഇലകളൊക്കെ പോയാലും പിന്നെ ഇലകളും ദോഷം ഉണ്ടാകത്തില്ല. കീടങ്ങൾ അവിടെ നശിക്കുകയായി ചെയ്യുന്നു. മനസ്സിലായല്ലോ? അങ്ങനെ ഈ കീടങ്ങളെ സ്വയം പ്രതിരോധിക്കാൻ കഴിവുള്ള ചെടിയായി ആര് മാറുന്നു? BT കോട്ടൺ മാറും. ഇതാണ് കഥ. പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുന്നത്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് BT കോട്ടൺ ഈസ് ബയോപ്രൊസസ്ഡ് എക്സാമ്പിൾ അല്ലെങ്കിൽ എക്സ്പ്ലൈൻ. എക്സാമ്പിൾ അല്ല, എക്സ്പ്ലൈൻ. അപ്പൊ നിങ്ങൾ പറയണം BT കോട്ടൺ ഈസ് എ bioprocessed. It has a foreign gene called BT gene obtained from a bacteria called Bacillus thuringiensis. It can produce a protoxin called cryprotein. In alkaline pH, it can dissolve and become toxin. It will kill the bollworm. പിന്നെ അതിന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട് സാധാരണ. ഇത് അതിന്റെ കഥ. പിന്നെ ഇത് ഏതൊക്കെ കീടങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ടെന്നുള്ള BT ടോക്സിൻ ഏതെല്ലാം കീടങ്ങളെ കൊല്ലുന്നുള്ള എൻട്രൻസ് ചോദിക്കുന്നത്. ലെപ്റ്റോഡോക്രൻസ്, കോളിയോക്രൻസ്, വിക്ടറൻസ്. അതില് മൊസ്കിറ്റോ ഏതിൽ വരുന്നു എന്ന് ചോദിക്കും. ബീറ്റിൽസ് ഏതിൽ വരുന്നു? മൊസ്കിറ്റോ ഡിഫറൻസ് വരുന്നതാണ്. ബീറ്റിൽസ് ഏതില് പോളിയോക്രൻസ് ആണ്. ലെപ്റ്റോഡോക്രൻസ് വരുന്നതാണ്. ആർമി ബഡ്വോ. ഇങ്ങനെയൊക്കെ എൻട്രൻസ് അധികം ചോദിക്കാം. അപ്പൊ അതിന്റെ കഥ മനസ്സിലായല്ലോ.
ഇനി ഈ ക്രൈജീൻ 3 തരത്തിലുണ്ട്, അതൊന്ന് പഠിച്ചോണം. Cry1 AB, Cry2 AB, Cry1 AC, ഇങ്ങനെ 3 ജീനുകളുണ്ട്. ക്രൈജീൻ ഒരെണ്ണമല്ല, 3 ജീനുകളുണ്ട്. Cry1 AB, Cry2 AB ആൻഡ് Cry1 AC. ഇതിൽ ആരാരെയൊക്കെ ഒരു നോക്കൂ. Cry1 ACയും Cry2 AB, Cry2 AB എന്നുള്ള സ്മാൾ ലെറ്റർ ആണ്, ബി. Cry1 ACയും Cry2 ABയും that would control cotton bollworm. കോട്ടൺ ബോൾവോമിനെ നശിപ്പിക്കും. ഇത് എൻട്രൻസ് പോയിന്റ് ആണ്, നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് Cry1 AC ആൻഡ് Cry2 AB വിൽ കൺട്രോൾ കോട്ടൺ ബോൾവോം. കോട്ടൺ ബോൾവോമിനെ നശിപ്പിക്കും. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാക്ക്. ഇനി Cry1 AC എന്തിനെ കൊല്ലുന്നു? Cry1 AB എന്തിനെ കൊല്ലുന്നു? ദാറ്റ് കൺട്രോൾ കോൺ ബോർ. കോൺ ബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോളത്തിന്റെ കോണില്ലേ, എന്ന് വെച്ചാൽ പൂവിലുണ്ടാകുന്ന ഫ്രൂട്ട് കോൺ, ചോളത്തിന്റെ കോൺ ഉണ്ടാകാം, അല്ലെ അങ്ങനെയുള്ള കോണുകൾ തുരന്ന് നശിപ്പിക്കുന്ന ഒരു ബോറർ പുഴു ഉണ്ടാക്കാൻ പറ്റും. അപ്പോ ഒരു കാര്യം മനസ്സിലായി, പരിചയം ചോദിച്ചേക്കാം, വെദർ ക്രൈജീൻ ഈസ് ഇൻസെക്ട് സ്പെസിഫിക്, കീടത്തിനോട് സ്പെസിഫിസിറ്റി ഉള്ളതാണോ ഈ BT ടോക്സിൻ എന്ന് ചോദിച്ചേക്കാം, അല്ലേ? ആണ്. BT ടോക്സിൻ ഓർ ക്രൈജീൻ ഈസ് ഇൻസെക്ട് സ്പെസിഫിക്. എന്താണ്? there are 3 type of genes. Protein produced from Cry2 AB and Cry1 AC will kill അല്ലെങ്കിൽ കൺട്രോൾ കോട്ടൺ ബോൾവോം. ആൾസോ Cry1 AB will control corn borer. ഇത് തിരിഞ്ഞു മറിഞ്ഞു സാധ്യതകളാണ്. വളരെ ഭയങ്കരമായിട്ട് പഠിക്കാം, നമ്മൾ പരീക്ഷിക്കുന്നതിന് ചോദിക്കുന്നതാണ്. മനസ്സിലായി? സോ Cry1 AB control corn borer and Cry2 AB and Cry1 AC control cotton bollworm. ഇത്രയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. യെസ്, ക്രൈ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആൻഡ് നോട്ട് അറ്റ് ഓൾ അഫക്റ്റിംഗ് ദ ബാക്ടീരിയ. ക്രൈജീൻ ഉണ്ടാക്കുന്ന BT ടോക്സിൻ എന്ന് പറയുന്ന ക്രൈ പ്രോട്ടീൻ, അത് പ്രോട്ടോക്സിൻ ആയതുകൊണ്ട് ബാക്ടീരിയ കൊല്ലുക. നമ്മൾ എന്താ പറയുക, പാമ്പിന്റെ വിഷം പാമ്പിനെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞ പോലെ. എന്താണ് പാമ്പിന്റെ വിഷം പാമ്പിനെ കൊല്ലാത്തത്? പാമ്പിന്റെ വിഷത്തോടൊപ്പം തന്നെ അതിന്റെ ആന്റിവെനും ഉണ്ട്, അല്ലേ? അതുകൊണ്ട് ഈ ആന്റിവെനം പാമ്പിന്റെ രക്തത്തിൽ മുഴുവൻ വ്യാപിക്കും. അതുകൊണ്ട് വെനം അവരുന്നാൽ ഒരു കുഴപ്പമില്ല. നിങ്ങളെ കടിക്കുമ്പോൾ വെനവും വരും, ആന്റിവെനവും നിങ്ങളുടെ ബോഡി വരുമെങ്കിലും വെനത്തിന്റെ എഫക്റ്റാണ് വളരെ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നത് കുറച്ച് വെനവും ചെറിയ അളവിൽ ആന്റിവെനം വരുള്ളൂ. പക്ഷെ പാമ്പിന്റെ ശരീരത്താണെങ്കിൽ ജനിച്ച കാലം മുതലെയുള്ള ആന്റിവെനം അല്ലെങ്കിൽ ആന്റിബോഡി അതിന്റെ ബോഡിക്കകത്ത് തിരിപ്പിരിക്കും. അത് ബ്ലഡിനകത്ത് മുഴുവൻ ആന്റിവെനം. അതനുസരിച്ചുള്ള വിഷവും അതിനകത്ത് ഉണ്ടായാലും എഫക്ട് ചെയ്യില്ല. നിങ്ങളുടെ ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്ക് വിഷം വരുന്നു, ഹൈ എമൗണ്ട്, ഏകദേശം ഇച്ചിരി ആന്റി വെനവും അതിനകത്ത് കാണും. പക്ഷെ അത് നിങ്ങളുടെ ബോഡിക്കകത്ത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് പാമ്പിന്റെ വിഷത്തിനെല്ലാം പ്രതി ഔഷധം എടുക്കുന്നതാണ് പാമ്പിന്റെ വിഷത്തിൽ നിന്ന് തന്നെയാണ്. പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എ പ്ലാന്റ് കാൾഡ് BT കോട്ടൺ. BT കോട്ടനെ കുറിച്ചുള്ള കഥ ഇതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് പോയിന്റുകളെല്ലാം ഞാൻ പറഞ്ഞു. ഇനി BT കോട്ടൺ മാത്രമാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? അതൊന്നും പറഞ്ഞു. BT കോട്ടൺ മാത്രമല്ല, BT ആയിട്ട് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സയൻസ് BT കോട്ടൺ, BT കോൺ, അതാണ് കോൺ ബോർഡർ, കോൺ ചോളം. അതായത് തുരക്കാൻ വരുന്ന കോൺ ബോർഡറിനെ തടയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും BT കോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓൾസോ BT റൈസ്, BT ടൊമാറ്റോ, BT പൊട്ടാറ്റോ, BT സോയാബീൻ ഒക്കെ ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് നല്ല കാര്യമാണല്ലോ, അല്ലെ? BT റൈസ് BT പൊട്ടാറ്റോ കൊണ്ട് നമ്മൾ കൃഷി ചെയ്താൽ എന്താണ്? ഇത് ഇന്ത്യയിൽ നിരോധിച്ച ഒരു കൃഷിയാണ്. എന്താ കാര്യം? നിരോധിച്ചു എന്നെങ്കിലും ഒരുപാട് കൃഷി ചെയ്യുന്നില്ല കൃഷിക്കാർ. ഇതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. നിങ്ങൾക്ക് പറയാനില്ല ദോഷം എന്തൊക്കെ ആയിരിക്കും. നമ്മൾ പറഞ്ഞു ആൽക്കലൈൻ pH വെച്ച് ആണ് ഈ ടോക്സിൻ മാറുന്നത്, അല്ലെ? പ്രോടോക്സിൻ. നമ്മൾ ഇതൊക്കെ കഴിക്കത്തില്ല. ഇപ്പൊ നമ്മൾ കോട്ടൺ കഴിക്കുന്നില്ല സംഭവിച്ചു. പക്ഷെ BT കോൺ, BT റൈസ്, BT ടൊമാറ്റോ, പൊട്ടറ്റോ, സോയാബീൻ എല്ലാം മനുഷ്യന്റെ ഫുഡല്ലേ. അപ്പൊ ഇതിനകത്തെല്ലാം സെല്ലിനകത്ത് എന്തിരിപ്പുണ്ട്? ഈ BT ജീവിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ BT റൈസ് കഴിക്കുന്നു, നിങ്ങളുടെ കുടലിൽ ചെല്ലുന്നു, അവിടെ നല്ല അസിഡിറ്റിയാണ്, ആൽക്കലൈനിറ്റിയാണ്. നിങ്ങളുടെ കുടൽ ഭയങ്കര അസിഡിക്കാണ്, അല്ലേ? പക്ഷെ ഒരിടത്ത് നല്ല ആൽക്കലൈനിറ്റി ഉണ്ട്. ഏതാണ്? ഡിയോഡിനം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ബൈൽ വന്ന് ചേരുന്ന ഭാഗമുണ്ട്, അല്ലേ? കരളിന്റെ യൂസായ ബൈൽ ഭയങ്കര
ആൽക്കലൈൻ ആണ്. അപ്പോൾ അതിന്റെ സാന്നിധ്യത്തിൽ വേണമെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പ്രോട്ടോക്സിൻ ടോക്സിനായി മാറി നിങ്ങളുടെ കുടലിൽ ദ്വാരം ഉണ്ടാക്കി കൂടെ നമുക്ക് സാധ്യത ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷേ ശാസ്ത്രം പറയുന്നത് നമ്മുടെ കുടലിലുള്ള ആൽക്കലൈനിറ്റി എന്ന് പറയുന്നത് ഈ BT ടോക്സിനെ ടോക്സിനാക്കാൻ, അല്ലെങ്കിൽ BT ടോക്സിന്റെ പ്രോട്ടോക്സിനെ ടോക്സിനാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമില്ല എന്നാണ്. അതാണ് ചെറിയ കീടങ്ങളെ മാത്രമേ നശിപ്പിക്കത്തുള്ളൂ. അതാണ് ഹോസ്റ്റ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. എല്ലാ വിഷയവും എല്ലാവരെയും ബാധിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മന്ത്രിപത്തിന്റെ ഫൈലേറിയ വിരകൾ എടുത്ത് പട്ടിയുടെ ഹെൽത്ത് കുത്തിവെച്ചാൽ പട്ടിക്ക് വന്നു വരും ഇല്ല, പട്ടികൾക്ക് കഴിയും, കുരങ്ങനോടും ഇല്ല, മനുഷ്യ മാത്രമേ വരത്തുള്ളൂ. അതാണ് ചില കീടങ്ങൾ സ്പെസിഫിസിറ്റിയാണ്, സ്പെസിഫിക് ആണെന്ന് പറയുന്നത് അല്ലെ. ചില രോഗങ്ങൾ ചിലർക്ക് മാത്രമേ വരത്തുള്ളൂ, ചില ജന്തുക്കൾക്ക് മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ചില സസ്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അതേപോലെ ഈ വിഷവും സ്പെസിഫിക് ആയിട്ടുള്ള, അതാണ് ഹോസ്റ്റ് സ്പെസിഫിക് ആണ് ഈ വിഷങ്ങൾ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് 4 തരം കീടങ്ങളെ മാത്രമേ കൊല്ലാറുള്ളൂ. അതുകൊണ്ട് മനുഷ്യർ ബാധിക്കത്തില്ല. അതാണ് ഒന്ന് കണ്ടീഷൻ. 2 സ്പെസിഫിസിറ്റി കൊണ്ട് മനുഷ്യർ ദോഷമായിട്ട് വരത്തില്ല. രണ്ടാമത് മനുഷ്യന്റെ കുടലുണ്ടാകുന്ന ഈ ആൽക്കലൈനിറ്റി കീടത്തിനെ എത്രത്തോളം വിഷപരമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ വിഷത്തെ ഈ പ്രോട്ടോക്സിനെ എത്രത്തോളം വിഷമാക്കാൻ വേണ്ടിയിട്ട് പര്യാപ്തമല്ല. മറ്റൊന്ന് പറയുന്നത്, ഇതൊക്കെയാണ് അതിന്റെ ഒരു കണ്ടീഷൻ. ഇനി വേറെ പറയുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് വരെയാണ് കോട്ടൺ ചെടിയാണ് അല്ല. പക്ഷെ ആ ജീൻ ക്രോസ് പോളിനേഷൻ വഴി അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിലേക്ക് പോയി കഴിഞ്ഞാൽ, റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ഒന്നും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണെന്നിരിക്കും, അത് കളകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ നടുന്ന ഒരു ചെടിയാണ് വഴുതനങ്ങ. അതിന്റെ ഒരു വൈഡ് റിലേറ്റീവ് ആണ് ചുണ്ടയ്ക്ക. ചുണ്ടയ്ക്ക നമ്മൾ കൃഷി ചെയ്യുന്നതല്ല അല്ലേ, അത് കാട്ടിയിടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ വഴുതനങ്ങയകത്ത് കടത്തിവിടുന്ന ക്രോസ് പോളിനേഷൻ വഴി ചുണ്ടയിലെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുണ്ടയ്ക്കകത്ത് എത്തിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ഈ ചുണ്ട എന്ന് പറയുന്ന ചെടി മൾട്ടിപ്ലൈ ആകാതിരിക്കാൻ നോക്കുന്ന കൺട്രോൾ ചെയ്യുന്ന ഈ കീടങ്ങളായിരിക്കും. ഈ ചെടി കീടങ്ങളെ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി മാറുന്നു, നാച്ചുറലായിട്ട് നാശമില്ലാതെ ഭയങ്കര ഒരു കളയായി മാറുകയും ചെയ്യും അല്ലേ. അങ്ങനെ ഭയങ്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീട് ആയി മാറും. വീടെന്ന് വെച്ചാൽ കള. അപ്പൊ അത് ദോഷമല്ലേ. അപ്പൊ പ്രതീക്ഷിക്കാത്ത ചെടിയിലേക്ക് എത്താം, അതൊരു ദോഷമാണ്. ഇനി ഈ കോട്ടൺ ചെടി തന്നെ കളയായി മാറാം. എപ്പോഴാണ് നിങ്ങളിപ്പോ നെൽച്ചെടി നട്ടു, നെൽച്ചെടി നടുന്ന ഒരു പയർ നീക്കുന്നു വെച്ചോളൂ. നിങ്ങൾ പയർ അവിടെ നട്ടാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ ഒരു പയർ നീക്കുന്നു. നെൽച്ചെടിയുടെ ഇടയ്ക്ക് പയർ കഴിക്കുമ്പോൾ പയർ ആരാണ് കളയാണ്, നമ്മൾ ഉദ്ദേശിച്ച ചെടിയല്ലല്ലോ. അതുപോലെ മറ്റെന്തെങ്കിലും ചെടികളുടെ ഇടയ്ക്ക് ഈ കോട്ടൺ ചെടികൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികം 1-2 ചെടിയുണ്ടെങ്കിൽ പുഴുക്കളൊന്നും നശിപ്പിക്കും, നമ്മളൊന്നും മിണ്ടത്തില്ല, കാരണം നമുക്ക് വേണ്ട ചെടിയാണ് അല്ലേ. പക്ഷെ ഇവ വൈൽഡായിട്ട്, ഇവ നാച്ചുറലായിട്ട് എന്ത് നേടിക്കഴിഞ്ഞു, റെസിഡൻസ് നേടിക്കഴിഞ്ഞു. അപ്പൊ ഇവയെ ആരും നശിപ്പിക്കില്ല, ഇത്തരം പുഴുക്കൾ നശിപ്പിക്കത്തില്ല. അപ്പം ഇത്തരം ചെടികൾക്ക് കളയായി മാറാം. ശരിയല്ലേ. അപ്പൊ അതൊരു ഡിസാസ്റ്റർ. ഇതൊക്കെ എൻ്റെ ഒരു ഇൻഫറൻസ് ആണ്, ഇതൊന്നും പരിശോധിക്കുന്നതല്ല, പറഞ്ഞു വിശദമായിട്ട് പറഞ്ഞു. ഓക്കെ, അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി മറ്റൊരു ബയോ പെസ്റ്റിസൈഡ് 2. ഇത് ചെടിയുടെ പേരിലല്ല പറയുന്നത്, ആ മെത്തേഡിന്റെ പേരിൽ അറിയപ്പെടുന്നത് RNA ഇന്റർഫറൻസ്. ഇൻ ടുബാക്കോ പ്ലാന്റ് RNAi എന്നും പറയാം. RNAi എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ചെടി. ഇപ്പം ബയോപെസ്റ്റിസൈഡ് 2 is a plant. The method is called RNA interference. That is usually done in tobacco plant. Tobacco ചെടിയാണ് ചെയ്യുന്നത്. സോ ഇതിന്റെ RNA interference നമ്മൾ RNAi എന്ന് എഴുതാറുണ്ട്. RNAi interference എന്നാണ്. ഇന്റർഫിയർ ചെയ്യാൻ സ്വാഗതം. ഇന്റർഫിയർ ചെയ്യുക, തടസ്സപ്പെടുത്തുക. അതായത് RNAയുടെ ജോലി തടസ്സപ്പെടുത്തുന്നു. അത്രയേ ഉള്ളൂ. അതെന്താ സംഭവം, അതെന്താന്ന് പറയാം. അതായത് ടുബാക്കോ കർഷകർക്ക് ഭയങ്കര വിഷമം. കാരണം അവർ കൃഷി ചെയ്യുന്ന ടുബാക്കോ ചെടിയെല്ലാം തന്നെ ഈൽഡ് വളരെയേറെ കുറയുന്നു. അവർ വളവും ഒക്കെ ഇട്ട് കൊടുത്താലും വളർച്ച വളരെ കുറഞ്ഞു വരും. അവരതിന്റെ വേര് പരിശോധിക്കുക കാണാം. വേരിനകത്ത് തന്നെ വലിയ വലിയ മുഴകൾ കാണും. വേരിനകത്ത് മുഴകൾ കാണും. പരിശോധിച്ചപ്പം ഒരു നിമറ്റോഡിന്റെ ശക്തി, ഒരു നിമറ്റോഡ്, ഒരു വിര അതിനകത്തോട് പ്രവേശിച്ച് ഒരു ശല്യം ചെയ്തു. എന്താണ് നിമറ്റോഡ് പ്രത്യേകത? നിമറ്റോഡ് പേര് മിലിയോഡിജൈൻ ഇൻകോഗ്നീഷ്യ എന്നാണ്. മിലിയോഡിജൈൻ ഇൻകോഗ്നീഷ്യ എന്നാണ് നിമറ്റോഡിന്റെ പേര്. ഈ നിമറ്റോഡ് ആശാന്റെ ഒരു മടിയനാണ്. എന്താ മടിയെന്ന് പറയാം, ഈ അത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി. പ്രോട്ടീൻ ജീവിക്കാൻ പ്രോട്ടീൻ, എല്ലാവർക്കും ജീവിക്കാൻ പ്രോട്ടീൻ, നമുക്ക് പ്രോട്ടീൻ വേണം. നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, നമ്മൾ തന്നെ ഉണ്ടാക്കുക ചെയ്യുന്നു.
നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നിങ്ങൾ പ്രോട്ടീൻ കഴിക്കും. പ്രോട്ടീൻ കഴിച്ചാൽ നിങ്ങൾ കോഴിയിറച്ചി എന്നാൽ കോഴിയിറച്ചിക്കകത്തിരിക്കുന്ന പ്രോട്ടീനാണ് നിങ്ങൾ ശരീരത്തിരിക്കുന്നത്. നിങ്ങൾ പിന്നീട് സോയാബീൻ നിന്ന് അതിനകത്തുള്ള പ്രോട്ടീനാണ് നിങ്ങൾ ശരീരത്തിരിക്കുന്നത്. നിങ്ങൾ പയർ കഴിച്ചാൽ അതിൽ നിന്നുള്ള പ്രോട്ടീനാണ് നിങ്ങൾ അല്ല. പ്രോട്ടീൻ നിങ്ങൾ കഴിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിൽ വെച്ച് വിഘടിച്ച് അമിനോ ആസിഡായി മാറും. എന്നിട്ട് ആ അമിനോ ആസിഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. അമിനോ ആസിഡിന്റെ സോഴ്സാണ് നിങ്ങൾ കഴിക്കുന്നത്. പ്രോട്ടീൻ ദഹിച്ച് അമിനോ ആസിഡായി മാറും. ആ അമിനോ ആസിഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ഉണ്ടാകും. നിങ്ങൾ പഴയ വീട് വാങ്ങിച്ച് ഇടിച്ച് പൊളിച്ച് അതിന്റെ കട്ടയും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് വെക്കുന്നത് പോലെയാണ് സംഭവം. അപ്പൊ ആരാണ് നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്? അത് റൈബോസോമുകളാണ് അല്ലെ. ഇവിടെ നിന്നാണ് mRNA നിന്ന്. ആ mRNA നിന്നുണ്ടായി അത് DNA ഉണ്ടാകും. അത് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ വഴി നിങ്ങളുടെ ശരീരത്തിലുള്ള DNA നിന്നും mRNA ഉണ്ടാക്കുകയും mRNA കോഡ് ഉപയോഗിച്ച് ആവശ്യമുള്ള അമിനോ ആസിഡ് ചേർത്ത് പ്രോട്ടീൻ നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അല്ലെ. ഇത് ചെയ്യാൻ ആർക്ക് താല്പര്യമില്ല? ഈ മണ്ണിലേക്ക് ഈ നിമറ്റോഡ് ഞാൻ ചുമ്മാ വരയ്ക്കാണ്. ഇതാണ് നിമറ്റോഡ്. ഈ നിമറ്റോഡിന് ഭയങ്കര മടിയാണ്. ഇയാൾക്ക് പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ പക്ഷേ പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ അമിനോ ആസിഡ് വേണമല്ലോ. അത് അയാളിലില്ല. അപ്പം ഇതേപോലെ നമ്മൾ നേരത്തെ ഒരു അഗ്രവാക്യം പഠിച്ചായിട്ടുണ്ട്. അതുപോലെ അപ്പൊ ഇയാളെന്താ പറയാ, ഇയാളെ ഒരു DNA ആണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പഠിക്കാം. DNA. ഈ DNA ആണ് എന്താക്കും? mRNA ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ഈ നിമറ്റോഡ് ഈ വേരിനകത്താണ് പണിയാണ് ചെയ്യുന്നത്. വേരിനകത്ത് കയറിയിട്ട് എന്തായാലും ഇത് വേരിനകത്ത് പ്രവേശിച്ചിട്ടാണ് പണി ചെയ്തത്. എന്നിട്ട് പുറത്ത് വരയ്ക്കുക. ഈ ചെടിയുടെ റൈബോസോമിന്റെ ഇടയ്ക്കോട്ട് കയറി, ചെടിയുടെ റൈബോസോമിനകത്ത് കയറി ഈ നിമറ്റോഡ് ചെടിയുടെ വേര് പ്രവേശിച്ച് അവിടെ മഴയുണ്ടാക്കിയ ശേഷമാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ചെടിയുടെ വേര് പ്രവേശിച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴാണ് അവിടെ മഴയൊക്കെ ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ mRNA ആരുടെയാണ്? ഈ നിമറ്റോഡിന്റെ. ചെടിയിൽ നിന്നും അമിനോ ആസിഡ് സ്വീകരിച്ച് പ്രോട്ടീൻ ഉണ്ടാകും. പ്രോട്ടീൻ. ഓക്കെ, ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയ അമിനോ ആസിഡ് ആരുടെ? ചെടിയില്. ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയ ഈ റൈബോസോമാരുടെ ചെടിയില് അല്ലേ. പക്ഷെ ഏത് പ്രോട്ടീൻ ഉണ്ടാക്കണം തീരുമാനിച്ചതാരാണ്? ഈ mRNA. ആ mRNA ആരുടെ? നിമറ്റോഡിന്റെ. അപ്പൊ ഈ പ്രോട്ടീൻ ചെടിക്ക് വേണോ നിമറ്റോഡിന് വേണോ? ഈ പ്രോട്ടീൻ നിമറ്റോഡിനാ വേണ്ടത്. ആണോ? ചെടിക്ക് വേണ്ടല്ലോ. ചെടിക്ക് വേണ്ട പ്രോട്ടീൻ എന്നോട് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെടിക്ക് വേണ്ട പ്രോട്ടീൻ ചെടിക്ക് അറിയാം. പക്ഷെ ചെടിക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാനായി ചെടി സംഭരിച്ചു വെച്ചിരിക്കുന്ന അമിനോ ആസിഡിനെ ഈ നിമറ്റോഡ് ഉണ്ടാക്കി mRNA എടുത്തതിന് ശേഷം അത് ഉപയോഗിച്ച് അയാളുടെ പ്രോട്ടീൻ ഉണ്ടാക്കി അയാളും കഴിക്കും. അയാളും എടുക്കും. ഒരു വീട്ടില് അടുക്കളയിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട്. നിങ്ങളൊരു പാചക ബുക്കോട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തിന്നിട്ട് ഇറങ്ങി പോവാണ്. ആ വീട്ടിൽ നഷ്ടമല്ല. അടുക്കള ആ വീടിനോടെ നഷ്ടമല്ല. അയാളുടെ വീട്ടിലുള്ള സാധനം അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടതായിരുന്നു. പക്ഷെ അത് നിങ്ങളെടുത്ത് നിങ്ങൾ ഇറങ്ങിപ്പോയി. നിങ്ങളുടെ ആകെയുള്ള എന്താണ്? ഒരു പാചക വിധി മാത്രമേ ഉള്ളൂ. അത് തന്നെ ഇവിടെ സംഭവിച്ചത് എന്താണ്? നിമറ്റോഡിന്റെ കയ്യിൽ ആകെ ഒരു DNA ഉണ്ട്. ആവശ്യമുള്ള പ്രോട്ടീൻ ഉണ്ടാക്കും. ഒരു DNA അല്ല, ഒരു DNA ഉണ്ട്. അതിൽ നിന്ന് അദ്ദേഹം mRNA ഉണ്ടാക്കി അത് ഉപയോഗിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കും. പ്രോട്ടീൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള അമിനോ ആസിഡ് എടുക്കുന്ന ചെടിയിൽ നിന്നാണ്. പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള റൈബോസോം എടുക്കുന്ന ചെടിയുടെയാണ്. എന്താ പ്രോട്ടീൻ ആർക്കുള്ളതായിരിക്കും? നിമറ്റോഡിനുള്ള പ്രോട്ടീൻ ആയിരിക്കും. അത് നിമറ്റോഡൻ എടുക്കും. അയാൾ വലുതായിക്കൊണ്ടിരിക്കും, മൾട്ടിപ്ലൈയും. അങ്ങനെ അടിപൊളിയായി ജീവിക്കപ്പെടുത്തേക്ക് കൂടുതലായിട്ട് മൾട്ടിപ്ലൈ വേറെല്ലാം മുഴകൾ ഇങ്ങനെ വരും. സ്വാഭാവികമായിട്ട് ആരുപയോഗിക്കേണ്ട പ്രോട്ടീനാണ്? ചെടിക്ക് കിട്ടുന്ന പ്രോട്ടീനാണ് നിമറ്റോഡ് അടിച്ച് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ചെടിയുടെ ഗ്രോത്ത് കുറയുന്നു അല്ലെ. ഈൽഡ് കുറയുന്നു. ഈൽഡും കുറയുന്നു. അപ്പോഴത്തേക്കും ടുബാക്കോ കർഷകരും കൃഷി നിർത്തി. കാര്യം എന്ത്? വളർച്ചയില്ല. ചെടിക്ക് എന്ത് വളമെടുത്താലും ചെടി വളരുന്നില്ല. അതല്ല ആരടിച്ചോണ്ട് പോകുന്നു? ഈ ന്യൂട്രടിച്ചോണ്ട് ചില ഇപ്പത്തെ പോകണമെങ്കിൽ പണ്ടുള്ള കുട്ടികളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ അച്ഛനമ്മയോട് ചോദിച്ചാൽ പറയും, കുട്ടികളെല്ലാം ഇങ്ങനെ കണ്ണു കുഴിഞ്ഞ് എല്ലാം വയറ് മാത്രം അത്രയും ചാടി. അതിനകത്ത് എന്തോ കാണിച്ച് വിരകളായിരിക്കും. വിരകളൊക്കെ കളയാനൊക്കെ പറയും. അത് തിരുന്ന പുരുഷന്മാരെല്ലാം ആരും കൊണ്ട് വിര ഉണ്ട്. അതുപോലെ ചെടിക്കുക. അപ്പോഴത്തേക്ക് ടുബാക്കോ കർഷകർ കൃഷി നിർത്താൻ പോവാണ് അല്ലേ. നേരത്തെ അതേ കൃഷി. ഇപ്പൊ കോട്ടൺ ചെടിയിലെ കൃഷി നിർത്തി കഴിഞ്ഞാൽ രാജ്യത്തെ വർഷമായിട്ട് ബാധിക്കും. ടുബാക്കോ ചെടി എന്ന് പറഞ്ഞാൽ അത് പുകയിലേക്കാണ് ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും സിഗരറ്റ് ഉണ്ടാക്കാനാണ് അല്ലേ. അപ്പൊ നിങ്ങൾ അത് നല്ല കാര്യമല്ലേ. ചെടിയങ്ങ് നിൽക്കട്ടെ, സിഗരറ്റ് ഉൽപ്പാദനം കുറയുമല്ലോ. ഇപ്പൊ നമ്മുടെ ഒരു ലോക കാഴ്ചപ്പാട് മദ്യം കുപ്പിക്കകത്ത് മദ്യപാനം പാടാതെ എഴുതി വെക്കുന്നല്ലാതെ മദ്യം നിരോധിക്കുന്നില്ല രാജ്യം. സിഗരറ്റ് പുകവലി പാടില്ല, സിഗരറ്റ് ആരോഗ്യ ദോഷമാണെന്ന് എഴുതി വെക്കുന്നതല്ലാതെ സിഗരറ്റിന്റെ ഉൽപ്പാദനം നിർത്തുന്നില്ല അല്ലേ. അതൊരു വാണിജ്യ കാര്യമാണ്. ഇന്ത്യയുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ അതൊക്കെ. അതുകൊണ്ട് ചില കാര്യങ്ങൾ നിരോധിക്കാനൊന്നും ഗവൺമെന്റ് പറ്റത്തില്ല. അതാണ് അതിന്റെ കണ്ടീഷൻ. അപ്പൊ ഇവിടെയും എന്താ സംഭവിക്കുന്നത്? കർഷകർ നിർത്തുവാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങൾ തകരും. രാജ്യത്തിന്റെ വരുമാനം കുറയും, തൊഴിലില്ലായ്മ ഉണ്ടാകും. അതുകൊണ്ട് അത് എങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമാണ്. എന്തായാലും ശരി, ഒരു നെഗറ്റീവ് ആണ് ഇവിടെ നടത്തുന്നെങ്കിൽ നമുക്ക് എന്താ പഠിച്ചേ പറ്റും.
അപ്പോ സയൻസ് എന്ത് ചെയ്യുന്ന അറിയാമോ? അവര് ഈ MR എപ്പോഴും എന്തായിരിക്കണം? സിംഗിൾ സ്റ്റാൻഡ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ഡബിൾ സ്ട്രാൻഡ് RNA ഉണ്ടാകും. ഡബിൾ സ്ട്രാൻഡ് RNA, DS RNA. അപ്പൊ നിങ്ങൾക്ക് RNA ഒരിക്കലും DS ആകത്തില്ലല്ലോ. അല്ല, DS ആവത്തില്ല. പക്ഷെ ഡബിൾ സ്റ്റാൻഡ് RNA ഉണ്ടാകും. ആ ഡബിൾ സ്റ്റാൻഡ് RNA എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡബിൾ സ്റ്റാൻഡ് DNA ഉണ്ടാക്കും. DNA ഡബിൾ സ്റ്റാൻഡ് ആണല്ലോ. ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്, ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ആണ്. ഈ DNA എന്ന് പറയുന്നത് ഇയാൾ ഉണ്ടാക്കുന്ന RNAയുടെ കോംപ്ലിമെന്ററി ആയിരിക്കും. ഈ DNA എന്ന് പറയുന്നത് നിമറ്റോഡ് ഉണ്ടാക്കുന്ന RNAക്ക് കോംപ്ലിമെന്ററി ആയ RNA ഉണ്ടാക്കാൻ കഴിവുള്ള DNA ആയിരിക്കും. അതുപോലെ മനസ്സിലായോ? ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ നിമറ്റോഡ് ഉണ്ടാക്കുന്ന RNA ഇങ്ങനെയാണെന്ന് വെച്ചോ, AUGCC എന്നാണ് വെച്ചോ. AU ആണ്. ഇതിന് കോംപ്ലിമെന്റ് ആയിട്ട് വരുന്ന ഒരു RNA പേര് പറയാം, GGCAU അല്ലേ? ഇതിന്റെ കോംപ്ലിമെന്റ് അല്ലേ? AQ, UTA, GC, CC, GG. ഇതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, അനുയോജ്യമായത്, ഗുണപരമായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള RNA ഉണ്ടാക്കണമെങ്കിൽ, ഈ RNA ഉണ്ടാക്കണമെങ്കിൽ ആ DNA എങ്ങനെയായിരിക്കണം? ഈ DNAക്ക് അതൊരു സ്റ്റാൻഡ് എന്തായിരിക്കണം? ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ Qക്ക് വരും A, Aക്ക് വരും T അല്ലേ? T അല്ലേ A DNA അല്ലേ? പിന്നെ ഇതുണ്ടാവണമെങ്കിൽ ഇത് G ആയിരിക്കണം, ഇത് CC ആയിരിക്കണം അല്ലേ? ഇതായിരിക്കണം ഇത് DNA. ഈ DNAയുടെ ഈ സ്റ്റാൻഡിൽ നിന്ന് ഉണ്ടാകുന്നത് ഈ RNA ആയിരിക്കും. മനസ്സിലായോ? ഞാൻ പറയാം. ഇതാണ് ഈ നിമറ്റോഡിന്റെ DNA. അല്ല സോറി, നിമറ്റോഡിന്റെ RNA ഇതാണ്, AUGCC. ഇതിന് കോംപ്ലിമെന്ററി ആയ ഒരു RNA നമുക്ക് ഉണ്ടാക്കണം. ആ കോംപ്ലിമെന്ററി RNA എന്തായിരിക്കും? UACGG ആയിരിക്കും അല്ലെ? UACGG ആയിരിക്കും. ഈ UACGG എന്ന് പറഞ്ഞ RNA ഉണ്ടാകണമെങ്കിൽ അതുണ്ടാകുന്ന DNA ഏതായിരിക്കണം? ATGCC ആയിരിക്കണം അല്ലേ? അങ്ങനെയാകുമ്പോ ഇതിൽ നിന്നുണ്ടാകുന്ന RNA ഇതായിരിക്കും. സയൻസ് എന്ത് ചെയ്തു? ഇതുപോലെ ഒരു DNA ഉണ്ടാക്കി. ഇതിന് കോംപ്ലിമെന്ററി ആയ RNA ഉണ്ടാകാൻ കഴിയുന്ന DNA ഉണ്ടാക്കി. എന്നിട്ട് അതിൽ നിന്നും ഒരു ഡബിൾ സ്ട്രാൻഡ് RNA ഉണ്ടാക്കി. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, എങ്ങനെയാണ് ഡബിൾ സ്ട്രാൻഡ് RNA ഉണ്ട്, അതെങ്ങനെ പറയാം. എന്നിട്ട് ഈ RNA ഡബിൾ സ്ട്രാൻഡ് ആണല്ലോ, ഇത് പെട്ടെന്ന് സിംഗിൾ സ്ട്രാൻഡ് ആയി മാറും. എന്നിട്ട് അതിലൊരെണ്ണം വന്ന് ഇവിടെ വന്നാൽ കൊടുത്തു. ഓക്കെ, ആ കൺഫ്യൂഷൻ അല്ല, ഞാൻ അല്ലാതെ വായിച്ചിട്ടൊന്നും വരച്ചത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതെല്ലാം ബോഡി കിടക്കുന്ന കൺഫ്യൂഷൻ. ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ വായിക്കാണ്. RNA എന്ന് പറഞ്ഞു. ഇവിടെ സംഭവിച്ചത് ടുബാക്കോ ചെടി. കീടത്തിന്റെ പേരാണ് മെലോഡിജി ഇൻഫോർമീഷ്യ. ഇത് ചെയ്യുന്നത് അതിനകത്ത് DNA ഉണ്ട്. DNA അതൊരു RNA ഉണ്ട്. അത് RNA ഒരു mRNA ആണ്. ഇത് ഈ ചെടിയുടെ വേരിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നതാണ്? വേരിനകത്ത് നടക്കുന്ന പ്രക്രിയയാണ്. ഈ വേരിനുള്ള RNA റൈബോസോം ഉപയോഗിച്ച് ചെടിക്കകത്തുള്ള അമിനോ ആസിഡ് ഉപയോഗിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കും. ഈ പ്രോട്ടീൻ ഈ കീടം ഒന്ന് വലിച്ചെടുക്കും. അതാണ് സംഭവിക്കുന്നത്. അത് മനസ്സിലായാലും നേരത്തെ പറഞ്ഞത്. സോ മെലോഡിജി ഇൻകോഗ്നിഷൻ എന്ന മെത്തോഡ് തന്റെ DNA നിന്ന് ഒരു RNA ഉണ്ടാക്കും, mRNA. അത് ചെടിയുടെ അമിനോ ആസിഡും റൈബോസോം മെക്കാനിസവും ഉപയോഗിച്ച് പ്രോട്ടീൻ ആക്കി എടുക്കും. ആ പ്രോട്ടീൻ ആ നിമറ്റോഡൊന്നും എടുക്കുക ചെയ്യും. കാരണം നിമറ്റോഡിന്റെ ഭക്ഷണമായിട്ട് അത് കിട്ടുക. സോ ആയിട്ട് ചെടിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടാതെ ചെടിയുടെ ഗ്രോത്ത് കുറയുകയും ഈൽഡ് കുറയുകയും ചെയ്യും. ഇതിനെ തടയാൻ സയൻസ് എന്നറിയാം. സയൻസുകൾ ചെയ്തത് ഇതിൽ നിന്നും കോംപ്ലിമെന്ററി ആയിട്ടുള്ള mRNA ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു DNA ഉണ്ടാക്കി കൊടുക്കും. ദിസ് ഈസ് എ DNA. ഇതിന് cDNA എന്ന് വിളിക്കും. കാരണം കോംപ്ലിമെന്ററി എന്നാണ്. കോംപ്ലിമെന്ററി ഉണ്ടാക്കിയ DNA, അതുകൊണ്ടാണ് കോംപ്ലിമെന്ററി DNA, cDNA എന്ന് പറയുന്നത്. ഈ DNA പ്രത്യേകത ഞാൻ പിന്നെ പറയാം. ഇതിൽ നിന്ന് dsRNA ഉണ്ടാകും, ഡബിൾ സ്റ്റാൻഡ് RNA ഉണ്ടാകും. ഇതെങ്ങനെ ഉണ്ടാകുന്ന ഒരു കഥയുണ്ട്, അത് ഇച്ചിരി പറയാം. ഈ ഡബിൾ സ്റ്റാൻഡ് RNA പെട്ടെന്ന് എന്തായി മാറുന്നു? സിംഗിൾ സ്റ്റാൻഡ് RNA ആയിട്ട് മാറുന്നു.
ഇത് സിംഗിൾ സ്റ്റാൻഡ് RNA ഇതിന് കോംപ്ലിമെന്ററി ആയതുകൊണ്ട് അത് കൂടെ വന്ന് ഒട്ടുന്നു. അപ്പൊ ഇത്ര ഭാഗം എന്തായി? ഇത്ര ഭാഗം ഡബിൾ സ്റ്റാൻഡ് RNA അല്ലേ? ഇനി ഇങ്ങനെ സംഭവിക്കുന്ന ഈ RNA പ്രോട്ടീൻ ഉണ്ടാകണമെങ്കിൽ എപ്പോഴും ആ RNA സിംഗിൾ സ്റ്റാൻഡ് ആയിരിക്കണം, ഡബിൾ സ്റ്റാൻഡ് ആയിരിക്കണം? സിംഗിൾ സ്റ്റാൻഡ് ആയിരിക്കണം. എങ്കിലേ റെഡി ആകും. നിങ്ങൾ പഠിച്ചില്ലേ? സിംഗിൾ സ്റ്റാൻഡ് RNA ആണെങ്കിൽ ഇതിനകത്ത് ഓരോ 3 അക്ഷരങ്ങൾ വായിച്ചു പോകുന്നു. അതിനായിട്ട് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ tRNA എന്ന് നോക്കുന്നു. അതിന്റെ ചുവട്ടിലൊരു അമിനോ ആസിഡ് കാണും. അടുത്ത tRNA നോക്കുന്നത് അതിനകത്ത് അമിനോ ആസിഡ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നതാണ് ഡൈസൾഫൈഡ് ബോണ്ട് അല്ലേ? പെപ്റ്റൈഡ്, ഡൈസൾഫൈഡ് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നു. അപ്പൊ ഈ സ്റ്റാൻഡ് എപ്പോഴും സിംഗിൾ സ്റ്റാൻഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഇവിടെ ഈ tRNA എന്ന് പറയുന്ന ട്രാൻസ്ഫർ RNA ഒന്ന് ഒട്ടാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോ ഇവിടെ ഇങ്ങോട്ട് ഇത് ഡബിൾ സ്റ്റാൻഡ് ആയുള്ള പ്രത്യേകത അറിയാമോ? ഈ പ്രോട്ടീൻ സിന്തസിസ് നടക്കത്തില്ല. എന്തുകൊണ്ട് നടക്കത്തില്ല? ഇത്ര ഭാഗം സിംഗിൾ സ്റ്റാൻഡ് ആണ്. അവിടെ നിന്ന് ഇങ്ങനെ പ്രോട്ടീൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക, tRNA അമിനോ ആസിഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഭാഗം ഡബിൾ സ്റ്റാൻഡ് ആണ്. അപ്പൊ ഈ പ്രോട്ടീൻ സിന്തസിസ് നിന്നു പോകും. കാരണം അവിടെ ആരും നടക്കത്തില്ല, tRNA ഒട്ടത്തില്ല. പ്രോട്ടീൻ സിന്തസിസ് പഠിച്ച ഓർമ്മയുണ്ടല്ലോ, അത് ഓർക്കണം. അപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇതിനകത്ത് 90 ബേസ് പെയർ ഉണ്ടെന്ന് വെച്ചോളൂ. 90 ബേസസ് ഉണ്ട്. ഈ mRNA 90 ബേസ് ഉണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീനകത്ത് എത്ര അമിനോ ആസിഡുകളാണ്? 90 ബേസ് ഉള്ള ഒരു mRNA ഉണ്ടാകുന്ന പ്രോട്ടീനകത്ത് എത്ര അമിനോ ആസിഡുകളാണ്? ഒരു 3 അക്ഷരമല്ലേ ഒരു അമിനോ ആസിഡിനെ കൂടി ട്രിപ്ലറ്റ് കോഡല്ലേ? അപ്പൊ എത്ര അമിനോ ആസിഡാണ്? 30 അമിനോ ആസിഡാണ്. ശരിയല്ലേ? ശരി. അപ്പൊ ഈ പ്രോട്ടീൻ ശരിക്കും ഫങ്ഷണൽ ആവണമെങ്കിൽ 30 അമിനോ ആസിഡ് വേണം. ഞാൻ ഇപ്പോൾ ഈ ഒട്ടിച്ച ഈ ഡബിൾ സ്റ്റാൻഡ് ആയാണ് ഒട്ടിച്ചിട്ടുള്ള mRNA വന്ന് ഈ 60ാമത്തെ ബേസിലാണ് ഒട്ടുന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ പ്രക്രിയ നിന്ന് പോകും. അതിന്റെ പരമായിട്ട് ഇവിടെ എത്ര കാണത്തോളൂ? 20 തന്നെ കാണത്തോളൂ. മനസ്സിലായി? 20 അമിനോ ആസിഡെ കാണത്തോളൂ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രോട്ടീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ മാത്രം പ്രവർത്തിക്കേണ്ട പ്രോട്ടീൻ അല്ലെങ്കിൽ ഫംഗ്ഷനായി പ്രവർത്തിക്കേണ്ട പ്രോട്ടീൻ ഇപ്പൊ എത്ര അമിനോ ആസിഡേ ഉള്ളൂ? 20 ഉള്ളൂ. അപ്പോൾ ആ പ്രോട്ടീൻ കംപ്ലീറ്റ് ആണ്? ഇൻകംപ്ലീറ്റ് ആണ്? ഇൻകംപ്ലീറ്റ് ആണ്. അതായിരിക്കും ആരും കിട്ടുന്നത്? ഈ നിമിറ്റോഡിന് കിട്ടുന്നത്. അത് വർക്ക് ചെയ്യോ? ഇല്ല. അങ്ങനെ വർക്ക് ചെയ്യാതെപ്പോഴത്തേക്കും ഈ പ്രോട്ടീൻ പോലെ നടക്കേണ്ട പ്രക്രിയകൾ ഈ നിമിറ്റോഡ് തടസ്സപ്പെടുകയും ആ നിമിറ്റോഡ് നശിച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ ചേർത്ത് 100 അമിനോ ആസിഡ് ചേർന്നുണ്ടാകേണ്ട ഒരു എൻസൈമാണ് ലിപ്പേസ് എന്ന് വെച്ചോളൂ. ലിപ്പിഡിനെ ദഹിപ്പിക്കുന്ന എൻസൈം. പക്ഷേ അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ സ്ഥലത്ത് കടക്കുമ്പോൾ 100 വരെ 50 ഉണ്ടാവുന്നുള്ളെങ്കിൽ ആ ലിപ്പേസ് വർക്ക് ചെയ്യുമോ? ഇല്ല. അതിന്റെ പരമായിട്ട് നിങ്ങൾ ലിപ്പിഡ് ദഹിക്കുമോ? ഇല്ല. അതിന്റെ പരമായിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ലിപ്പിഡ് ദഹിച്ച് കിട്ടേണ്ട 2 ഘടകങ്ങൾ. എന്തൊക്കെ ലിപ്പിഡ് ദഹിച്ചാൽ കിട്ടേണ്ടത്? ഗ്ലൂക്കോസ് കഴിച്ചാൽ അമിനോ ആസിഡ് അല്ല ഗ്ലൂക്കോസ് കഴിച്ചാൽ സ്റ്റാർച്ച് കഴിച്ചാൽ ഗ്ലൂക്കോസ് ആകും. പ്രോട്ടീൻ ദഹിച്ചാൽ അമിനോ ആസിഡ് ആകും. ലിപ്പിഡ്സ് ദഹിച്ചു കഴിഞ്ഞാൽ ലിപ്പേസിന്റെ ഫലമായിട്ട് ലിപ്പിഡ് ദഹിച്ച് കിട്ടുന്ന ഘടകങ്ങൾ അല്ലേ? അത് കിട്ടാതെ വരും. അങ്ങനെ എവിടത്തേക്ക് നിങ്ങൾക്ക് സംഭവിക്കും? അത് രണ്ടും കിട്ടാതെ നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് നശിച്ചു. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? 30 അമിനോ ആസിഡ് മൂലം കിട്ടേണ്ട പ്രോട്ടീൻ അതേ ശരിക്കും ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ 30 20 ആയപ്പോൾ നിന്നുപോയി. അപ്പോൾ ആ പ്രോട്ടീൻ ആയിരിക്കും ഈ കിടന്ന് കിട്ടുക. അതിന്റെ പ്രവർത്തനഫലമായിട്ട് കിട്ടേണ്ടിയിരിക്കുന്ന ഫംഗ്ഷൻസ് ഒന്ന് തടസ്സപ്പെടുകയും അവ പതുക്കെ ചത്തുവരികയും ചെയ്യും. മനസ്സിലായി? അപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്നത്? ഈ RNA പ്രോട്ടീനായി മാറുന്ന പ്രക്രിയ ട്രാൻസ്ക്രിപ്ഷൻ ആണോ? ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന പ്രക്രിയ തടസ്സപ്പെടുത്തുകയാണ്. എങ്ങനെ? ബൈ ഇൻട്രൊഡ്യൂസിംഗ് എ ഫോറിൻ DNA, ഫോറിൻ mRNA, വി ആർ പ്രിവെന്റിംഗ് ദ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ തടസ്സപ്പെടുത്തുകയാണ് അല്ലേ? അതായത് RNAയുടെ പണി എന്താണോ അത് തടസ്സപ്പെടുത്തി. RNA ഇന്റർഫറൻസ്. RNA interference. മനസ്സിലായി? എന്തുപയോഗിച്ചാണ്? ബൈ യൂസിങ് എ dsRNA. ഇതാണ് RNA interference. മനസ്സിലായി? പക്ഷേ ഇങ്ങനെയാണ്. വാട്ട് ഈസ് RNA interference? It is silencing of an mRNA using a dsRNA preventing protein synthesis or translation. ഇത് വായിച്ചു നോക്കൂ. Silencing of a specific RNA by a complementary dsRNA which bind with the mRNA, preventing translation and preventing protein synthesis. Translation or preventing protein synthesis. ഒന്നുകൂടെ വായിക്കാം. This is silencing. The silencing എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിർത്തുക. അപ്പൊ നമ്മൾ ഒരു ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് നിർത്തി, സൈലന്റ് ആയി. ഫാൻ നിറയുന്നുണ്ട്, സ്വിച്ച് ഓഫ് ചെയ്തു, സൈലന്റ് ആയി. പ്രവൃത്തി നിർത്തി വെക്കുക എന്നുള്ളതാണ്. സംസാരിച്ച് കഴിയുമ്പോൾ സൈലൻസ് എന്ന് വെച്ചാൽ വാടക സംസാരം നിർത്തിക്കൊള്ളുന്നു അല്ലേ. അപ്പൊ ഒരു പരിപാടി നിർത്തിക്കോ. എന്താണ് സൈലൻസിങ് ഓഫ് ദ സ്പെസിഫിക് RNA, ഒരു RNA-യുടെ പണിയെ തടസ്സപ്പെടുത്തുന്നു ബൈ എ കോംപ്ലിമെന്ററി DsRNA. ഒരു DsRNA ഉപയോഗിച്ച്, കോംപ്ലിമെന്ററി DsRNA എന്ന് വെച്ചാൽ ഈ നിമറ്റോഡ് ഉണ്ടാക്കിയ RNA-ക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള DsRNA ഉപയോഗിച്ച് ഈ RNA-യുടെ പ്രവർത്തനത്തെ സൈലൻസ് ചെയ്യുന്നു, നിർത്തുന്നു. വിച്ച് ബൈൻഡ് ഇട്ട് mRNA. എങ്ങനെയാണ് DsRNA ബൈൻഡ് ചെയ്യുന്ന mRNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്? അതിനകത്ത് ആ സെന്റൻസ് തെറ്റൊക്കെ ഉണ്ട്. കാരണം DsRNA ബൈൻഡ് ചെയ്തില്ല, അത് SsRNA സിംഗിൾ സ്റ്റാൻഡ് RNA ശേഷം ബൈൻഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെ കൊടുത്ത് അതുപോലെ പഠിച്ചോളൂ. ആൻഡ് പ്രിവെന്റിങ് ട്രാൻസ്ലേഷൻ, പ്രോട്ടീൻ സിന്തസിസ് തടസ്സപ്പെടുത്തും. ഇതാണ് എന്റെ ഡെഫിനിഷൻ. അത് പറയാൻ ഇത്രയും പറഞ്ഞു. ആ പറഞ്ഞ കാര്യം നോക്കി. ഈ mRNA ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു DsRNA കിട്ടിയ ഒരു സിംഗിൾ സ്റ്റാൻഡ് RNA ഒട്ടി അത് ബൈൻഡ് ചെയ്തു. അതോടുകൂടി ഈ പ്രക്രിയ തടസ്സം. നിങ്ങൾ റബ്ബർ ഷീറ്റ് അടിക്കാൻ പോയിട്ടുണ്ടോ? റബ്ബർ ഷീറ്റ് 2 റോളറിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കടത്തി വിടുന്നില്ലേ? 2 റോളറാണ്, അതിന്റെ ഇടയിൽ കൂടെ റബ്ബർ ഷീറ്റ് കടത്തി വിട്ട് ഇത്രയും കട്ടുള്ള റബ്ബർ ഷീറ്റ് പതുക്കെ പതുക്കെ എനിക്ക് ഞാൻ കുറച്ച് എടുക്കുകയും ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഇവിടെ ചുടുവട്ടയം കയറ്റി വെച്ച് സംഭവിക്കും. നിങ്ങൾ തീർപ്പ് പോവില്ല, തടസ്സപ്പെടത്തില്ലേ? അത്രയും അത് ഇവിടെ ഈ mRNA ഈ റൈബോസിന്റെ ഇടയിലൂടെ ഇങ്ങോട്ട് നീങ്ങി വരുമ്പോഴാണ് ഇവിടുന്ന് പ്രോട്ടീൻ ഉണ്ടാകേണ്ടത്. പക്ഷെ ഇവിടെ ഡബിൾ സ്റ്റാൻഡ് ആക്കുമ്പോൾ ഈ നീങ്ങൽ പ്രക്രിയകൾ അവസാനിക്കും, പ്രോട്ടീന്റെ നിർമ്മാണം നിൽക്കും. ഇതാണ് എന്റെ കഥ. ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടി, ഈ ഡെഫിനിഷൻ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ പറയാം. This is silencing of specific RNA by a complementary DsRNA. ഡബിൾ സ്റ്റാൻഡ് RNA ഓർത്തോണം. by a complementary DsRNA എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി നിർമ്മിച്ചിട്ടുള്ള ഒരു DsRNA ആണ്. അതാണ് കോംപ്ലിമെന്ററി. എന്തിന് കോംപ്ലിമെന്ററി ആണ്? ഈ mRNA-ക്ക് കോംപ്ലിമെന്ററി ആണ് ഈ DsRNA. സത്യത്തിൽ DsRNA ഒന്നും ഒട്ടത്തില്ല, സിംഗിൾ സ്റ്റാൻഡ് RNA ഒട്ടിലുള്ളത് എങ്ങനെയാണെന്ന് പിന്നെ പറഞ്ഞുതരാം. ആൻഡ് silencing the mRNA by a complementary DsRNA which bind with the mRNA. ഉണ്ടോ? which bind with the mRNA. ആരുണ്ടാക്കിയതാണ്? ഇനിമറ്റോട് ഉണ്ടാക്കിയ mRNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. പ്രിവെന്റിങ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് നിന്നുപോയി. 30 എണ്ണം വരേണ്ടത് 20 ആയപ്പോൾ നിന്ന്. എക്സാമ്പിൾ പറയാണ്, 30 എണ്ണം വരേണ്ടത് 20 അവസരമായപ്പോഴേ പ്രോട്ടീൻ സിന്തസിസ് നിന്നുപോയി. അപ്പൊ കിട്ടിയ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇയാൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ആണ്. നിങ്ങളൊരു കാർ വാങ്ങിയപ്പോൾ അതിന് 3 ടയറേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. ഉള്ളൂ? ഇല്ല. അതേപോലത്തെ അവസ്ഥ. ഇത്രയാണ് എന്റെ കഥ. ഇത്ര മനസ്സിലായല്ലോ. ഇനി ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞുതരാം. അതായത് സയൻസിസ്റ്റ് ചെയ്ത കാര്യമാണ്. അപ്പൊ സയൻസിസ്റ്റ് ഒരു കാര്യം മനസ്സിലായി. ടുബാക്കോ ചെടിയുടെ വേരിനകത്തോട്ട് ഈ കീടം പ്രവേശിക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ സൈലൻസ് ചെയ്യുന്ന മുതൽ എങ്ങനെയാ സയൻസ് ശാസ്ത്രം ഉണ്ടാക്കിയെന്ന് ആദ്യം പറയാം. നോക്കൂ, ഇവര് ഈ നിമറ്റോഡ് ഉണ്ടാക്കി വിടുന്ന mRNA ഏതാന്ന് പഠിച്ചു. നിമറ്റോഡ് ഏത് mRNA ആണ് കടത്തി വിടുന്നത് എന്നവർ പഠിച്ചു. സാധാരണ ഒരു പ്രത്യേക 5-6 പ്രത്യേക പ്രോട്ടീനൊക്കെ ആവശ്യമുള്ളൂ എന്ന് വെച്ചോളൂ. അതെല്ലാം അവർ പഠിച്ചു. പഠിച്ചിട്ട് അതിന്റെ സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കി, ബേസ് എന്താണെന്ന് മനസ്സിലാക്കി. അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA കിട്ടാൻ ഒരു DNA അവരുണ്ടാക്കി. അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA കിട്ടാൻ DNA അവരുണ്ടാക്കി. ഞാൻ നേരത്തെ അതിന്റെ സീക്വൻസ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞ ATGC പറഞ്ഞല്ലോ. ഓക്കെ, ഇത് ഈ DNA ഒരു പ്രത്യേകതയാണ്. ഈ DNA ഒരു പ്രത്യേകത തന്നെയാണ്. ഇത് സാധാരണ ഗതിയിലൊരു DNA RNA ഉണ്ടാകുമ്പോൾ ഒരു സ്ട്രാൻഡിന് മാത്രമേ RNA ഉണ്ടാവും. അങ്ങനല്ലേ? സാധാരണ ഒരു DNA RNA ഉണ്ടാകുമ്പോൾ ഒരു സ്ട്രാൻഡിന് RNA ഉണ്ടാവും അല്ലേ? എന്താണ് ഒരു സ്ട്രാൻഡിൽ നിന്നല്ല 2 സ്ട്രാൻഡിന് RNA ഉള്ള കുഴപ്പം? RNA എപ്പോഴും സിംഗിൾ സ്ട്രാൻഡ് ആയിരിക്കണം അല്ലേ? 2 സ്ട്രാൻഡിൽ നിന്ന് RNA ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് കോംപ്ലിമെന്റ് ഇപ്പൊ നോക്കി 2 സ്ട്രാൻഡിൽ നിന്ന് RNA ഉണ്ടാകാൻ സങ്കല്പിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ RNA-ക്ക് കോംപ്ലിമെന്ററി ആയിരിക്കും ഈ RNA. അത് രണ്ടും കയറി ഒട്ടി DsRNA ആകാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. അങ്ങനെ RNA DS ആയി കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കത്തില്ല. കാര്യം എന്താ? mRNA സിംഗിൾ സ്റ്റാൻഡ് ആയതുകൊണ്ടാണ് പ്രോട്ടീൻ നടക്കുന്നത്. ശരിയല്ലേ? mRNA സിംഗിൾ സ്റ്റാൻഡ് ആവുകയും അതിനകത്ത് tRNA ഒട്ടുകയും അതിനകത്ത് ഇങ്ങനെ അമിനോസിന് അടുത്തടുത്ത് വരികയും അവയ്ക്കിടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവുകയും ചെയ്ത ഫലമായിട്ടാണ് അത് പ്രോട്ടീൻ ഉണ്ടാകുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു DNA ഉണ്ടാകുന്ന RNA ആരാകാൻ പാടില്ല, ഡബിൾ സ്റ്റാൻഡ് ആകാൻ പാടില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവം പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക DNA ആണ് സയന്റിസ്റ്റുകൾ ഉണ്ടാക്കി ചെടിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ പ്രത്യേക DNA പ്രത്യേകത അതിന്റെ 2 സ്ട്രാൻഡിൽ നിന്ന് ഇതുണ്ടാകും, RNA ഉണ്ടാകും. അതിന് സെൻസ് സ്ട്രാൻഡ് എന്നും ആന്റി സെൻസ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുന്നത്. സെൻസ് സ്ട്രാൻഡും ആന്റി സെൻസ് സ്ട്രാൻഡ് അങ്ങനെയാണ് DNA പ്രത്യേകത. അപ്പൊ അതിന് 2 RNA ഉണ്ടാവും. ഈ RNA ഒരു പേരുണ്ട് സെൻസ് സ്ട്രാൻഡ് എന്നും
ആന്റിസെൻസ് ആണ്. DNA-യുടെ പേരല്ല, RNA പേരാ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, the complementary DNA that scientist has produced and introduced into the organism for RNA interference or silencing of the mRNA. It has a special character that the DNA has the ability to produce mRNA from both strands. ഇത് കൃത്യമായിട്ടുണ്ടാക്കിയ DNA ആണ്. അവ രണ്ട് സ്ട്രാൻഡിൽ നിന്നുണ്ടാക്കും RNA ഉണ്ടാക്കുന്ന കഴിവ്. അങ്ങനെ ഉണ്ടായ RNA-കളെ വിളിക്കുന്ന പേരാണ് ഒന്ന് സെൻസ് സ്ട്രാൻഡ്, മറ്റൊന്ന് ആന്റിസെൻസ് സ്ട്രാൻഡ്. എന്ന് സ്വാഭാവികമായിട്ട് മനസ്സിലാവും, ഇത് രണ്ടും കോംപ്ലിമെന്ററി ആയിരിക്കും അല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവർ പുറത്തേക്ക് ഇറങ്ങി ഒട്ടി DS RNA പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഒട്ടും അല്ലേ. കാണും കോംപ്ലിമെന്ററി, ഒരു DNA കണ്ട രണ്ട് RNA കോംപ്ലിമെന്ററി ആയിരിക്കുമല്ലോ അല്ലേ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഒട്ടും ഒട്ടം എന്തായി പറഞ്ഞു, അവര് ഡബിൾ സ്ട്രാൻഡ് RNA മാറും. ഇനി പുസ്തകത്തിൽ പറഞ്ഞ കാര്യം ഞാൻ പറയാം. ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെക്കാനിസം തന്നെയാണ്. ഇത് യൂക്കാരിയോട്ടി ഓർഗനിസത്തിലെല്ലാം നടക്കുന്ന മെക്കാനിസം തന്നെയാണ് RNA ഇന്റർഫറൻസ്. അപ്പൊ അതിനുവേണ്ടി എപ്പോഴും എന്ത് വേണം, DS RNA ഉണ്ടായിരിക്കും അല്ലേ. ഇനി അതവിടെ നിൽക്കട്ടെ, നമ്മുടെ ശരീരത്തിൽ പ്രത്യേകത ഉണ്ട്. അവിടെ എൻസൈം ഉണ്ട്. എൻസൈമിന്റെ പേര് ഡൈസർ. എവരി യൂക്കാരിയോട്ട് സെൽ കാർഡ് ഡൈസർ. പുസ്തകത്തിൽ പറയുന്നില്ല. ഈ ഡൈസറിന്റെ ജോലി എന്ന് പറയുമ്പോൾ എവിടെ ഒരു DS RNA ഉണ്ടെങ്കിൽ, ഇത് DS RNA ആണെന്ന് വെച്ചോളൂ, ആശം ചെന്ന് ഓടിച്ചെന്നതിന് മുറിക്കും. സിംഗിൾ ഞാൻ ചെറിയ ബ്രേക്ക് ചെയ്യും. 20 ബേസ് പെയർ മാത്രം വരുന്ന നീളത്തിൽ അത് മുറിച്ചു കളയും. Whenever there is a double strand RNA in a organism, this enzyme reach there and cut. അല്ലെ, നിങ്ങളുടെ വീട്ടിലൊക്കെ വടിയൊക്കെ മൂലയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ പോയി ഒരു പിച്ചാത്തിട്ടൊരു വടി വെട്ടിക്കൊണ്ടാൽ നോക്കത്തില്ലല്ലോ. ആ വടിയെടുത്ത് പാമ്പിനെ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് അച്ഛനൊക്കെ ചെയ്ത് അച്ഛനൊക്കെ വടികളൊക്കെ മൂലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പുറത്തൊക്കെ നോക്കിയാൽ കാണാം കേട്ടോ, എവിടെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വടികളൊക്കെ. ഇതിനൊന്നും വല്ല പാമ്പിനെ വന്ന് അടിച്ചു കൊടുക്കാനോ പട്ടി വന്ന് അടിച്ചു കൊടുക്കാനോ ഒക്കെ ആയിട്ട്. അതുപോലെ ഈ ഡൈസർ എന്ന എൻസൈം എല്ലാ യൂക്കാർഡ്സ് എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒരു ഡബിൾ സ്റ്റാൻഡ് RNA ഉണ്ടായാൽ അപ്പൊ തന്നെ ഈ ആശം തന്നെ മുറിച്ച് എന്താക്കി മാറ്റും, 20 BP വരെയുള്ള നീളത്തിൽ മുറിച്ചു കളയും. 20 BP നീളത്തിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്കുള്ള ഹൈഡ്രജൻ ബോണ്ട് വീക്ക് ആയിട്ട് എന്തായി മാറും, സിംഗിൾ സ്റ്റാൻഡായി മാറ്റും. മനസ്സിലായോ? 20 ബേസ് പെയർ നീളത്തിലുള്ള DNA അല്ല ഡബിൾ സ്റ്റാൻഡ് RNA ആരും മുറിച്ചു കളയും, ഡൈസർ മുറിച്ചു കളയുമ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡ് RNA പെട്ടെന്ന് അഴിഞ്ഞു മാറിയിട്ട് സിംഗിൾ സ്റ്റാൻഡ് ആയിക്കോളും. അത് പുസ്തകത്തിൽ പറയുന്നില്ല, എല്ലാ സ്ഥലത്തും നടക്കുന്നതായിരുന്നു. സ്വാഭാവികമായിട്ട് ഈ സിംഗിൾ സ്റ്റാൻഡ് ചെയ്ത് ഓട്ടിക്കോളും. അത് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കി പറയാം. This is a method of making biopesticide plant in tobacco. The method is called RNA interference or RNAi. What is it? The silencing of an mRNA using a dsRNA which binds to the mRNA and preventing translation of a protein synthesis. നിങ്ങൾ ആ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് എന്താണ് RNA മാത്രമേ ചോദിച്ചു കാണാവൂ. പക്ഷേ പുസ്തകത്തിൽ പറഞ്ഞതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതെല്ലാം പറയാം. What is RNA interference? It is the silencing of an mRNA using dsRNA binding to the mRNA preventing translation of protein synthesis. അടുത്ത ചോദ്യം, ആരുടെ എന്തിന്റെ? അപ്പോൾ ഞാൻ പറയുന്നു, there is a nematode in the soil called Meliodigium impropecia. It usually affects the root of tobacco plant where it produces an mRNA. This mRNA is used for producing protein from the plant using the amino acid and protein synthesis machinery from the plant and producing the protein useful for the nematode. Since the protein is used by the nematode and amino acid is taken from the plant, it affects the growth and yield of the plant. Okay, so how it is prevented? Scientists introduced a complementary DNA into the host plant, where the DNA has a special character that both strands has ability to produce mRNA. Since both strands produce mRNA called sense strand and antisense strand,
സിൻസ് ദേ ആർ കോംപ്ലിമെന്ററി ദേ കമ്പൈൻ ടു പ്രൊഡ്യൂസ് എ dsRNA, ഡബിൾ സ്ട്രാൻഡഡ് RNA. ഇത്രയും പുസ്തകത്തിൽ പറയുന്നുള്ളൂ. ബാക്കി ഞാൻ പറയുകയാണ്. There is an enzyme in the cell called DISA which will cut into 20 base pair length. When double stranded mRNA become short fragments up to 20 base pair, its hydrogen bond become weak and it will detach into single strand RNA. Okay. Now the single strand RNA will bind to the mRNA produced by the nematode and preventing the translation process. Okay. അപ്പോൾ ഇങ്ങനെ ഈ dsRNA കടത്തി വിട്ടിട്ടുള്ള ചെടികളിലൊന്നും ആരും കയറി അഫക്ട് ചെയ്യത്തില്ല. ഈ കീടത്തിന്റെ പ്രോട്ടീൻ സിന്തസിസ് നടക്കത്തില്ല. കാരണം അതിനകത്ത് എപ്പോഴും ആരുണ്ടായിരിക്കും? dsRNA ഉണ്ടായിരിക്കും. അത് കട്ടാലും ചെന്നൊട്ടും പരിപാടി തടസ്സപ്പെടും. അല്ലെ? ഏതുപോലെ റബ്ബർ ഷീറ്റ് അടിക്കുമ്പോൾ അതിനൊരു ചൂടുവട്ട വെച്ചപ്പോൾ തടസ്സപ്പെടും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഒരു കാര്യം പറയുമ്പോൾ ദിസ് മെത്തേഡ് ഈസ് എ RNA ഇന്റർവെൻസ് ഈസ് എ ഡിഫൻസ് മെക്കാനിസം ഇൻ മോസ്റ്റ് ഓഫ് ദ യൂക്കാരിയോട്ടിക് സെൽ. ഒട്ടുമിക്ക യൂക്കാരിയോട്ടിക് സെല്ലിൽ ഇത് ഡിഫൻസ് മെക്കാനിസമാണ്. ഓക്കെ. നമ്മുടെയൊക്കെ ശരീരത്തൊക്കെ നടക്കുന്ന ഡിഫൻസ് മെക്കാനിസമാണ്. ചില കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഇതുപോലുള്ള കീടങ്ങളോ അതുപോലെയുള്ള വൈറസോ ഒക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് ഈ RNA ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന മെത്തേഡ് എല്ലാ യൂക്കാരിയോട്ടിക് സെല്ലിലും നടക്കുന്ന ജീവജാലങ്ങൾ നടക്കുന്ന മെത്തേഡാണെന്ന് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെ നിന്നാണ് ഈ ഡബിൾ സ്ട്രാൻഡ് RNA? നമ്മുടെ ശരീരത്തിൽ ഡബിൾ സ്ട്രാൻഡ് RNA ഉണ്ട്. ഇവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്, പ്രത്യേക DNA ഉണ്ടാക്കി കൊടുത്തതാണ്. അവയ്ക്ക് ഡബിൾ സ്ട്രാൻഡ് RNA കഴിവുണ്ട്. സെൻസ് RNA, ആന്റിസെൻസ് RNA ഉണ്ടാക്കും. അവ തമ്മിൽ ഒട്ടും ഡബിൾ സ്ട്രാൻഡ് ആകും. അവ തന്നെ പിന്നീട് മുറിഞ്ഞ് ഒട്ടിക്കോളും. അല്ലേ? മനസ്സിലായത്? ഇതിന്റെ RNA ആന്റിസെൻസ്, ഇതിന്റെ RNA സെൻസ് രണ്ടുകൂടെ ചേർന്ന് നോക്കുമ്പോൾ ഡബിൾ സ്ട്രാൻഡ് RNA ആവും. ഡബിൾ സ്ട്രാൻഡ് RNA അവിടെ തന്നെ ഡൈസ എന്ന് പറഞ്ഞ എൻസൈം ഒന്ന് മുറിച്ച് 20 കഷ്ണങ്ങൾ ആക്കുമ്പോൾ അത് സിംഗിൾ സ്ട്രാൻഡായി മാറി നോക്കും. അപ്പൊ എവിടുന്നാണ് ഈ മനുഷ്യൻ കിട്ടുന്നത്? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്? രണ്ട് മെത്തേഡ് വെച്ചിട്ട് പറഞ്ഞു. പുസ്തകം ഒറ്റ വരിയേ ഉള്ളൂ, ഞാൻ വിശദമായിട്ട് പറയുന്നു. ഒന്ന്, the source of dsRNA in eukaryotic cell may be the source of dsRNA in eukaryotic cell may be one by the infection of RNA virus. RNA വൈറസിന്റെ അറ്റാക്ക് മൂലമായിരിക്കാം എന്ന് പറയുന്നു. ഓക്കെ. അതെങ്ങനെയാണ്? RNA വൈറസ് എന്ന് പറഞ്ഞാൽ റിട്രോ വൈറസ്. റിട്രോ വൈറസ് ഒരിക്കലും മൾട്ടിപ്ലൈ നടത്തില്ല, കാരണം RNA സ്വയം മൾട്ടിപ്ലൈ ചെയ്തില്ല. അപ്പൊ ഈ റിട്രോ വൈറസ് യൂക്കാരിയോട്ടിക് സെല്ലിൽ പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കുന്നത് അറിയാം? ഇത് റിട്രോ വൈറസ് ആണ്, അതിനകത്ത് RNA ആണ്. ഈ RNA നമ്മുടെ ശരീരത്തിൽ കടത്തിവിടും. എന്നിട്ട് അത് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയി മാറും. എങ്ങനെ? യൂസിങ് എ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം. Then later it become double stranded DNA. അത് DNA ഡബിൾ സ്റ്റാൻഡ് ആണ്, പറയേണ്ട കാര്യം. ഇത് ssDNA ആണ്, സിംഗിൾ സ്റ്റാൻഡ് DNA ആണ്. പിന്നെ അത് ഡബിൾ സ്റ്റാൻഡ് DNA ആയിക്കോളും. കാരണം DNAക്ക് മൾട്ടിപ്പിൾ ആയിട്ടുണ്ടല്ലോ, ഇത് ധാരാളമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യും. എന്നിട്ട് ഒരവസ്ഥയിൽ ഇതിൽ നിന്ന് ഇത് വേറെ സിംഗിൾ സ്റ്റാൻഡ് ആയിട്ട് അതിൽ നിന്ന് RNA ഉണ്ടാകും. ഈ DNA അഴിഞ്ഞു മാറിയിട്ട് അതിൽ നിന്ന് RNA ഉണ്ടാകും. RNA ഉണ്ടാകുമ്പോൾ രണ്ട് സ്റ്റാൻഡിൽ ഉണ്ടാകത്തില്ല, ഒരു സ്റ്റാൻഡിൽ ഉണ്ടാകും. ഓക്കെ. ഈ ഓരോ RNA പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു പ്രോട്ടീൻ കോട്ട് കൊണ്ട് ഉണ്ടാക്കി വൈറസായി മാറും. അങ്ങനെയാണല്ലോ സംഭവിക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ചില പ്രക്രിയക്കകത്ത് ചില എറർ സംഭവിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ചിലതിനകത്ത് ഈ ലെഫ്റ്റ് സ്റ്റാൻഡിൽ നിന്ന് RNA ഉണ്ടാകും, ചിലതിനകത്ത് റൈറ്റ് സ്റ്റാൻഡിൽ നിന്ന് RNA ഉണ്ടാകും. ഒരു DNAക്ക് രണ്ട് സ്റ്റാൻഡ് ഉണ്ട്, രണ്ടായിട്ട് അഴിഞ്ഞു മാറി ഇതിൽ നിന്ന് RNA ഉണ്ടാകും, ഇതിൽ നിന്ന് RNA ഉണ്ടാകുന്നില്ല. പക്ഷെ ചിലതിനകത്ത് സംഭവിക്കുന്നു, ഇതിൽ നിന്ന് RNA ഉണ്ടാകുന്നതിന് പകരം ഇതിൽ നിന്നായിരിക്കും RNA ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത് സംഭവിക്കുന്നു, കോംപ്ലിമെന്റ് ആയിട്ടുള്ള രണ്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് RNAകളോടെ വരാം. അല്ലേ? ഒന്നുകൂടെ അങ്ങനെയുള്ള സമയത്ത് ഈ ഇത് തമ്മിൽ ചേർന്നൊട്ടി സിംഗിൾ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയി മാറുകയും അത് വൈറസായി മാറത്തില്ല. എന്തായാലും വൈറസ് സിംഗിൾ സ്റ്റാൻഡേർഡ്. ഇത് ശരീരത്തിനകത്തത് പ്രിസർവ് ചെയ്ത് വെച്ചേക്കും. എന്തിനാണ്? നാളെ എപ്പോഴെങ്കിലും ഇതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ എടുത്ത് കാണിക്കാം. മനസ്സിലായില്ലേ? എടുത്ത് ഉപയോഗിക്കും. സോ ദാറ്റ് വിൽ പ്രിസർവ് വെച്ച് എപ്പോഴെങ്ങനെ 20 ഫ്രാഗ്മെന്റ് 20 BP ഉള്ള ചെറുതായിട്ട് ഡൈസിൽ ഉപയോഗിച്ച് മുറിച്ചൊക്കെ വെച്ചേക്കും. അത്ര പുസ്തകം പറയുന്നു, അത്ര മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇതാണ് ഒരു സോഴ്സ്. പുസ്തകമാണ്, പുസ്തകം വളരെ വലുതാണ്. ദ സോഴ്സ് ഓഫ് dsRNA ഇൻ യൂക്കാരിയോട്ടിക് സെൽ മേ ബി ബൈ ദ ഇൻഫെക്ഷൻ ഓഫ് റിട്രോവൈറസ് എന്നൊരു വലിയേ ഉള്ളൂ.
ഇൻഫെക്ഷൻ റിട്രോവൈറസ് അത്രേ ഉള്ളൂ. അത്ര ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സിലായി. 2 or by the making of transposons or jumping genes. രണ്ടാമത് എന്താണ് നോക്കുക. or 2 by the use of transposons or jumping genes that replicate via RNA intermediate. That replicate via RNA intermediates. അതാണ് അടുത്ത സോഴ്സ് ഓഫ് DsRNA. ഇതിന്റെ സോഴ്സ് മനസ്സിലായാലും the source of DsRNA in eukaryote. അതാണ് പറഞ്ഞിരുന്നത്. നിങ്ങളെ പോലെയുള്ള ശരീരത്തിൽ അല്ലെങ്കിൽ യൂക്കാരിയോട്ടുകളുടെ ഓർഗൻസിൽ RNA ഇൻഫ്ലുവൻസ് ഒരു ഡിഫൻസ് മെക്കാനിസം നടക്കുന്നതാണ്. അതിനാവശ്യമുള്ള RNA ഡബിൾ സ്റ്റാൻഡ് RNA എവിടെ നിന്ന് കിട്ടും എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ബൈ ദ ഇൻഫെക്ഷൻ ഓഫ് RNA വൈറസ്. ഞാൻ പറഞ്ഞു ഇത്ര പഠിച്ചാൽ എൻട്രൻസൊക്കെ. പക്ഷെ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ഇവിടെ ഓർ ബൈ ദ transposons or jumping gene that replicate via RNA intermediates എന്ന് പറയും അല്ലേ. അതെന്താണ് നോക്കാം. എന്താണ് ട്രാൻസ്പോസൻസ് ഓഫ് ജമ്പിംഗ് ജീൻസ്? ട്രാൻസ്പോസൺ ഓഫ് ജമ്പിംഗ് ജീൻ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മ്യൂട്ടേഷൻ നടക്കാറുണ്ട്. അഡീഷൻ, ഡെലീഷൻ, ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ മ്യൂട്ടേഷൻസ്. എന്താണ് ഡിലീഷൻ എന്ന് വെച്ചാൽ ഒരു കഷ്ണം മുറിഞ്ഞു പോയി, അപ്പോൾ ആ സ്വഭാവം നഷ്ടപ്പെടും. അതൊരു മ്യൂട്ടേഷനാണ്. അല്ലെങ്കിൽ വേറെ കഷ്ണം ചേർന്നു, അപ്പൊ ആ സ്വഭാവം കിട്ടും. അതൊരു അഡീഷനാണ്. അത് ഒരു മ്യൂട്ടേഷനാണ്. ചില ഡ്യൂപ്ലിക്കേഷൻ ആയിരിക്കും. അതായത് ഇതിന്റെ ഒരു കഷ്ണം ഇവിടെ വന്നിട്ട് ഇതിന്റെ ഒരു കോപ്പി നമുക്ക് A, B, C 3 ജീൻ, ഒരു ജീനാണ്, ഒരു DNA 3 ജീനാണ്. C അങ്ങ് നഷ്ടപ്പെട്ടു പോയി. എന്താണ് ഡിലീഷൻ. അല്ലെങ്കിൽ D കൂടെ ഒന്ന് ഒട്ടി. എന്താണ് അഡീഷൻ അല്ലേ. ചിലപ്പോ ഈ DNA ഒരു കോപ്പി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഡ്യൂപ്ലിക്കേഷൻ. മനസ്സിലായോ? C നഷ്ടപ്പെട്ട ഡിലീഷൻ, D വന്ന് ഒട്ടിയാൽ അഡീഷൻ, സിയുടെ ഒരു കോപ്പിയും കൂടെ വന്നു വെച്ചു C. അപ്പോ ഡ്യൂപ്ലിക്കേഷൻ. C 2 അല്ലേ. അപ്പോ ഇവിടെ ഇരുന്ന സിയുടെ അതേ കോപ്പി ഇവിടെ വന്ന് ഒട്ടിയതല്ലേ. അതാണ് ജമ്പിങ്. അപ്പൊ നിങ്ങൾ നോക്കിയപ്പോ ജമ്പിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിപ്പോ നോക്കിയപ്പോ ഒരു DNA 3 ജീൻ ഉണ്ടായിരുന്നു. A, B, C. അടുത്ത ദിവസം ഇവിടെ C ഇവിടെ ഇല്ല, അവരിവിടെ വന്നിരിക്കും. അവിടെ ഇരുന്ന C ഇവിടെ വന്നിരിക്കും. അപ്പൊ കൊള്ളാതെ ചാടി ഇനി കഴിയും. ആ കൊള്ളാം, ഇതാണ് ജമ്പിങ് ജീൻ അല്ലേ. ട്രാൻസ്പോസൻസ് ജമ്പിങ് ജീൻ ചാടി കളി അല്ലേ. അതുപോലെ എന്താണ് ജമ്പിങ് ജീൻ ദാറ്റ് റെപ്ലിക്കേറ്റ്സ്. ചില ജമ്പിങ് ജീൻ കഴിയുമ്പോൾ C ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ ഇരിക്കും ചാടി. പക്ഷെ എങ്ങനെ ചാടി? ഇതിന്റെ കോപ്പി ഉണ്ടാക്കിയ ശേഷം ഇപ്പുറത്തോട് ചാടി. അങ്ങനെ രക്ഷിച്ചു, അങ്ങനെയാണ് ചെയ്തത്. അതാണ് ജമ്പിങ് ജീൻ ദാറ്റ് replicate via RNA. ഇത് റെപ്ലിക്കേഷൻ, റെപ്ലിക്കേഷൻ. ജമ്പിങ് ജീൻ റെപ്ലിക്കേഷൻ ആണ്. ABC, C ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ C ഇവിടെ കൂടെ വന്ന് ജമ്പ് ചെയ്തു. പക്ഷെ ഇതിന്റെ കോപ്പി ഉണ്ടാക്കിയാണ് ഇങ്ങോട്ട് ചാടി. That is jumping gene that replicate via എന്ന് വെച്ചാൽ ത്രൂ RNA intermediate. RNA intermediate എന്ന് പറയുന്നത് മനസ്സിലായല്ലേ. അത് ഞാൻ പറയാൻ പോകും. അതാണ് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുന്നത്. അതായത് A, B, C എങ്ങനെയാണ്? A, B, C 3 ജീനാണ്. ഈ സിക്ക് ഇവിടെ വന്ന് റെപ്ലിക്കേറ്റ് ചെയ്യണം. ഓക്കെ. പക്ഷേ ഇവിടുത്തെ ഇവിടെ സി വന്നിരിക്കുന്നു. ഇപ്പൊ ഇത് റെപ്ലിക്കേഷൻ ആണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നത് ഇങ്ങനെയാണ്. ആദ്യം ഈ സിയിൽ നിന്ന് ഇതിന്റെ ഒരു സ്ട്രാൻഡിൽ നിന്ന് ഒരു mRNA ഉണ്ടാകും. ഇതിന്റെ അടുത്ത സ്ട്രാൻഡിൽ നിന്ന് ഒരു mRNA ഉണ്ടാകും. അപ്പൊ ഇത് mRNA, ഇത് mRNA. mRNA അല്ലെങ്കിൽ RNA. എന്നിട്ട് ഈ RNA നേരെ ഇങ്ങോട്ട് തിരിക്കും. ഈ RNA ഇങ്ങോട്ട് തിരിക്കും. ഇവിടെ RNA ഉണ്ടായ എൻസൈം ഏതാണ്? അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ. ഇവിടെ RNA കൂടെ ട്രാൻസ്ക്രിപ്ഷൻ. ഇവിടെ വന്നതിന് ശേഷം ഇതിൽ നിന്ന് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഉപയോഗിച്ച് DNA ഉണ്ടാകും. ഇതിൽ നിന്ന് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് RNA ആണെങ്കിൽ ഇതിന് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് അനുസരിച്ച് DNA ഉണ്ടാകും. ഈ DNA എന്തായിരിക്കും? C തന്നെയായിരിക്കും അല്ലേ.
അപ്പൊ നോക്കി റെപ്ലിക്കേറ്റ് വയ ത്രൂ ആറിനെ ഇന്റർമീഡിയറ്റ് ചെയ്യും. ആറിനെ ആണ് ഇടനിലക്കാരൻ. ഇന്റർമീഡിയേഷൻ വെച്ചാൽ ഇടനിലക്കാരൻ. ആറിനെ എന്ന ഇടനിലക്കാരനിലൂടെയാണ് ഇവിടെ DNA ഉണ്ടായത്. ട്രാൻസ്പോസർ ആണ്, ജമ്പിങ് ജീനാണ്. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഉണ്ടായി mRNA റോഡിൽ സാധനം കൊണ്ടുവന്ന് മുറ്റത്തിന് ശേഷം ലോഡിക്കാരൻ പോകുമല്ലേ, മുറ്റം ഓടി വന്നു വിടില്ലേ, സാധനം മുറ്റത്തൊന്നും വിടില്ലേ, സോറി റോഡികളുടെ സാധനം മുറ്റത്തൊന്നും വിടില്ലേ, അപ്പൊ ലോഡിക്കാരൻ പോകും. അതുപോലെയാണ് ഈ ഇന്റർമീഡിയറ്റ് ആറിനെ ഇവിടെ വന്നു അതിന് DNA ഉണ്ടാക്കി. ഈ ആറിനെ ഇവിടെ വന്നു അതിന് DNA ഉണ്ടാക്കി. ഈ ആറിനെ ഇപ്പൊ വേസ്റ്റ് ആയില്ലേ? നിങ്ങൾ നോക്കി ഒരു DNA എന്നുണ്ടെങ്കിൽ രണ്ടാറിനല്ലേ, ഇവ തമ്മിൽ ചേരുമ്പോൾ എന്താവും? DsRNA ആയി മാറില്ലേ? DsRNA. ഇത് ശരീരം സേവ് ചെയ്ത് വെച്ചിരുന്നു. എന്തിനാണ്? ഭാവിയിൽ RNA ഇന്റർഫറൻസ് മനസ്സിലായോ? എത്ര നിങ്ങൾ പഠിക്കണ്ട, ഈ വഴി മാത്രമേ പുസ്തകത്തിനേ ഉള്ളൂ. ഞാൻ വിശ്വാസം പറഞ്ഞതേ ഉള്ളൂ. ഇതെങ്ങനെയാണ് എൻട്രൻസിനെങ്ങാനും ചോദിക്കും, ബോർഡ് എക്സാമിനും ചോദിക്കത്തില്ല. ജമ്പിങ് ചെയ്ത ട്രാൻസ്പോസർ എന്താണെന്ന് സാറിന് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചു. CBSE ചോദിക്കുന്നതായിരിക്കും, സ്റ്റേറ്റ് അങ്ങനെ ചോദിച്ചു കാണാറില്ല. എന്നാലും ചോദിച്ചാൽ എഴുതണം. Jumping genes are genes, transposons are jumping genes that move from one site to another, either by cut and paste or by taking copy. Cut and paste ചെയ്യാം. സി എടുത്ത് മുറിഞ്ഞു നോക്കാം, ജമ്പിങ് ചെയ്യാം. അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. ആദ്യത്തെ അതിന്റെ കോപ്പി എടുത്ത് ഒട്ടിക്കുക. അതാണ് മെത്തേഡ്. ബൈ RNA ഇന്റർമീഡിയറ്റ് ഇടനിലക്കാരനായിട്ട് RNA ഇന്റർമീഡിയറ്റ്. ആ RNA വേസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഒട്ടിപ്പോൾ DS എന്നാണ്. ഇയാൾ വെച്ചാൽ ഭാവിയിൽ ആരെങ്കിലും ഇതുപോലെ RNA ഇന്റർമീഡിയറ്റ്സിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി വെച്ചേക്കും. ഇനി ഇതാണ് പറയുമ്പോൾ ചാപ്റ്റർ തീരും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോണം. അത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പാടാണ് അല്ലേ? എന്തായാലും മനസ്സിലാക്കി വെച്ചാൽ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പല ഐഡിയ കിട്ടും. ഇനി ഞാനൊരു ടുബാക്കോ ചെടി കൊണ്ടുവന്നു. ടുബാക്കോ ചെടി കൊണ്ട് ഇവിടെ നട്ടു, മണ്ണിൽ കൊണ്ട് നട്ട് കുറച്ച് കഴിയുമ്പോൾ അടുത്തെല്ലാം ഇങ്ങനെ മഴകൾ കാണും. ആര് കയറി എമറ്റോട് കയറി അല്ലേ? അപ്പൊ ഇത് ചെടി RNA ഇന്റർഫറൻസ് ഉള്ളതാണോ അല്ലാത്തതാണോ? അല്ല, ഇതിന് RNA ഇന്റർഫറൻസ് ഇല്ല. വേറൊരു ടുബാക്കോ ചെടി ഞാൻ കൊണ്ടുവന്നു. അപ്പൊ അതിനകത്ത് മുഴകൾ ഉണ്ടായില്ല. അപ്പൊ അതായിരിക്കും RNA ഇന്റർഫറൻസ് ആയിരിക്കാം അല്ലേ? ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ മുഴകൾ ഉണ്ടായി. കാരണം എന്താ? ഇനിമറ്റോട് വന്നപ്പോഴത്തേക്ക് ചെടി തന്നെ RNA ഇന്റർഫറൻസ് ഒക്കെ ചെയ്ത് ഇനിമറ്റോടിനെ കൊന്നു. ഇത് ബയോപെസ്റ്റിസൈഡ് അല്ലേ? ടുബാക്കോ പ്ലാന്റ് വിത്ത് RNA ഇന്റർഫറൻസ് ഈസ് എ ബയോപെസ്റ്റിസൈഡ് അല്ലേ? ഇതിങ്ങനെ പറയാൻ എനിക്ക് ഒക്കുമോ? ഞാനൊരു ടുബാക്കോ ചെടി നട്ടപ്പോൾ അതിന് മുഴ വന്നില്ല, അതുകൊണ്ട് RNA ഇന്റർഫറൻസ് ഉള്ളതാണെന്ന് പറയാൻ എനിക്ക് ഒക്കത്തില്ല. കാര്യം എന്താ? ചിലപ്പോൾ മണ്ണിൽ ഈ കീടം ഇല്ലാത്തതും ആകാമല്ലോ. ഇല്ല, ഞാനിപ്പോ പ്ലേഗ് ഇല്ല, എനിക്ക് പ്ലേഗ് ഇല്ല, അതിന്റെ അർത്ഥം ഞാൻ പ്ലേഗ് റെസിസ്റ്റന്റ് ആണ് എന്നാണ് അർത്ഥം അല്ലെ? ഇവിടെ പ്ലേഗ് ഇല്ലല്ലോ. അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ പറയാൻ പ്ലേഗ് റെസിസ്റ്റന്റ് ആണെന്ന്. പ്ലേഗ് പിടിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് രോഗം വരുന്നില്ലെങ്കിൽ ഞാൻ പറയാം എനിക്ക് എന്താണ് പ്ലേഗ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് അല്ലേ? അതുപോലെ ഈ മണ്ണിൽ എന്തില്ല, ഈ കീടമില്ല, അങ്ങനെ പറയാമല്ലോ. അപ്പൊ ഇതൊരു പരീക്ഷണം പോലെ നടക്കും. എങ്ങനെയെന്നറിയാമോ? അതായത് ഒരു ചെടിയെ നടുന്നു, ടുബാക്കോ ചെടി നട്ടു. ഇത് സാധാ ചെടിയാണ്, നോർമൽ. വേറെ ടുബാക്കോ ചെടി നട്ടു, അത് RNA ഇന്റർഫറൻസ് ഉള്ളതാണ്. RNA ഇന്റർഫറൻസ് ഉള്ള ചെടി. ഇത് രണ്ടിന്റെ ചുവട്ടിൽ കീടം ഇട്ടു. രണ്ടിന്റെയും ചുവട്ടിൽ ഈ നെമറ്റോഡ് ഇട്ടു കൊടുക്കും അല്ലേ? കുറെ കഴിയുമ്പോൾ ഇതിനകത്ത് എന്ത് വന്നു? മുഴകൾ വന്നു. പക്ഷെ ഇനി മുഴകൾ വന്നില്ല. അപ്പൊ മനസ്സിലായി ഈ ചെടിക്ക് എന്തുണ്ട്? RNA ഇന്റർഫറൻസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇങ്ങനെയല്ലേ? അപ്പൊ ഇതുമായി ഇതിന്റെ റിസൾട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇതിനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? കൺട്രോൾ എക്സ്പെരിമെന്റ്. കൺട്രോൾ എന്നായിരുന്നു കൺട്രോൾ. പടം കിടക്കുന്നുണ്ട്. രണ്ട് ചെടി ഒരേ സ്ഥലത്ത് കണ്ട് രണ്ടിനും ഈ നിമറ്റോഡ് ഇട്ട് കൊടുത്തു. അല്ല, നിമറ്റോഡ് അതിൽ ഇല്ലെങ്കിൽ പിന്നെ രണ്ട് ചെടിക്കും വരത്തില്ല. അതുകൊണ്ട് രണ്ടിനും ഇട്ട് കൊടുത്തു. അപ്പൊ ഒന്നിനും നോർമൽ പ്ലാനകത്ത് മഴകളുണ്ടായി, മറ്റേതിനകത്ത് മഴകളുണ്ടായില്ല. അതിനർത്ഥം രണ്ടാമത്തെ ചെടിയിൽ RNA ഇന്റർഫറൻസ് പ്രവർത്തിച്ചു അല്ലേ? സെക്കൻഡ് വൺ ഈസ് RNA ഇന്റർഫറൻസ് പ്ലാന്റ്. ചോദിച്ചിട്ടുണ്ടോ കേട്ടോ? ഓക്കെ. What is your inference by observing the figure? Both the plants are planted in a place and infected with allowed to infect nematodes. By observing the figure, what is the inference in A and B? A is a control plant where it is not RNA interference plant. B is a plant with RNA interference. Why? Because it's a root do not have not. KNOT not of the mother. ഇതിന്റെ വഴിയാണ് ഈ RNA interference പോലെ ഉണ്ടാകുന്ന മുഴകൾ ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ പറയാണ് റൈസോബിയ ബാക്ടീരിയ പയറുചെടിയുടെ ഈൽഡ് വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഒരു എക്സ്പെരിമെന്റ് നടത്താൻ പറയുന്നുണ്ട്. റൈസോബിയ ബാക്ടീരിയ പയറുചെടിയുടെ
ഈൽഡ് വർദ്ധിപ്പിക്കും. ഒരു എക്സ്പെരിമെന്റ് നടത്താൻ പറയുന്നത് നിങ്ങൾ 2 ചെടികൾ നടത്തും. 2 ചെടി എന്ന് വെച്ചാൽ ഒരേ മദർ പ്ലാന്റ് എടുത്ത ഒരേ ജനിതക ഘടനയുള്ള 2 ചെടി ചെടി നടും അല്ലേ. എന്നിട്ട് 2 ഒരേപോലെ വളം കൊടുക്കും, വെള്ളവും കൊടുക്കും. എന്നിട്ട് ഒന്നിന്റെ ചവിട്ടിൽ റൈസോ ബാക്ടീരിയ ഇടും. എങ്ങനെയാണ്? കൂടുതൽ പൊട്ടിച്ചിട്ട് കൊടുക്കുക. കുറെ കഴിയുമ്പോൾ റൈസോബിയ ഇട്ട ചെടി നന്നായി വളരുന്നു, മറ്റേതിന്റെ വളർച്ച കുറയുന്നു. അതിന്റെ അർത്ഥം റൈസോബിയ ഇതിനെ വർദ്ധിപ്പിക്കുന്നു, ഈൽഡ് വർദ്ധിപ്പിക്കുന്നു. അപ്പം മറ്റേത് ആദ്യത്തെ ചെടി രണ്ടാമത്തെ ചെടിയുടെ റിസൾട്ട് കമ്പയർ ഉപയോഗിക്കുന്നതാണല്ലോ. അതിനാണ് കൺട്രോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. കൺട്രോൾ പ്ലാന്റ് അല്ല, കൺട്രോൾ എക്സ്പെരിമെന്റ്. ഇവിടെ ഇത് കൺട്രോളും ഇത് ആർഗനൈസേഷൻസ് എന്ന സാർ ഇത്രയും മതി. ഇത് നമുക്ക് കൂടുതൽ ഇത് മനസ്സിലാകുന്നുണ്ട്. ഡിസ്കഷൻ തന്നെ വേണ്ടി പറയാം. ഇത് പലവണ വീഡിയോ കാണുക, ഡൗട്ടുകൾ ഉണ്ടാകും, കുറിച്ച് വയ്ക്കുക, ഡിസ്കഷനിലോ ഡീറ്റെയിൽ ചോദിക്കുക. ഇതെല്ലാവർക്കും ഇതുപോലെ മനസ്സിലായിട്ടുണ്ടാണെന്ന് എനിക്ക് അത്ര വിശ്വാസമില്ല. എങ്കിലും നമുക്ക് ഡിസ്കഷൻ സമയത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ, നിങ്ങൾ ഡൗട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ കുറിച്ച് വെച്ചാൽ ഓക്കെ, ഒന്ന് ചോദിക്കുക.